ഫേസ് ഫൗണ്ടേഷനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫേസ് ഫൗണ്ടേഷൻ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി കൊച്ചി കേന്ദ്രമാക്കി സാമൂഹ്യ ജീവകാര്യ പ്രവർത്തനങ്ങൾക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നേരത്തെ അന്നം, അതിനു വേണ്ടിയാണ് നമ്മൾ എന്നും പരക്കം പായുന്നത് അല്ലേ? പാർപ്പിടം, വസ്ത്രം എന്നുള്ളത് സെക്കൻഡറി ഓപ്ഷനാണെങ്കിൽ ഭക്ഷണമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഭക്ഷണമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കാതിരിക്കാൻ വേണ്ടി ഒരു ഫൗണ്ടേഷൻ, ഒരു നേരത്തെ ഉച്ചഭക്ഷണം അത് നൽകിക്കൊണ്ട് വലിയ ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് നമ്മുടെ ഫേസ് ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫേസ് ഫൗണ്ടേഷൻ ചെയർമാൻ MK സാനുമാഷിനെ എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ? സാനുമാഷിൻ്റെ അനുസ്മരണാർത്ഥമാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തത്. സാനുമാഷിനെ കുറിച്ച് ചെറിയൊരു വാക്ക്. മലയാള സാഹിത്യ രംഗത്തെ പ്രശസ്തനായ വിമർശകൻ, ജീവചരിത്രകാരൻ, അധ്യാപകൻ, പ്രഭാഷകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ 8 പതിറ്റാണ്ടോളം സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ വഴികാട്ടിയായിരുന്നു അദ്ദേഹം. 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും MLA സ്ഥാനം അലങ്കരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുസ്മരണാർത്ഥമാണ് നാം ഈ ചിത്രകലാ രചന മത്സരം കഴിഞ്ഞ മെയ് 16-ാം തീയതി എറണാകുളം ചിൽഡ്രൻസ് പാർക്കും ഫേസ് ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മളിവിടെ സഹ്യസാനു പുരസ്കാരം സാംസ്കാരിക സമ്മേളനം 2026 കൊണ്ടാടുന്നത്. കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. ആമുഖ പ്രസംഗം ഫേസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ശ്രീ TR ദേവൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനിയായ ഈ വേദിയുടെ അധ്യക്ഷയും SNV സദനത്തിൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീമതി ഗീതാ മാം, വേദിയെ ധന്യമാക്കിയിരിക്കുന്ന പ്രിയങ്കരനായ റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ മുൻ ഗവർണർ പ്രിയങ്കരനായ ശ്രീ രാജ്മോഹൻ നായർ സാർ അവർ, എറണാകുളം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ബഹുമാന്യനായ സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ഹരീന്ദ്രൻ, നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ലോകമറിയുന്ന ചിത്രകാരൻ, കൊച്ചി നഗരത്തിൻ്റെ ചില ഓരങ്ങളിൽ അങ്ങനെ താടിയും മുടിയും വളർത്തി ഒരു ജുബ്ബയൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് താടി ഇങ്ങനെ തടയിക്കൊണ്ട് നടക്കുന്ന കലാധരൻ മാഷിനെ ഒരു 30-35 വർഷമായിട്ട് ഞാൻ ഈ നഗരത്തിൻ്റെ പല കോണുകളിലും കാണുന്ന ഒരാളാണ്. പ്രിയപ്പെട്ട കലാധരൻ മാഷിൻ്റെ സാന്നിധ്യം നമ്മളെ ഏറെ സന്തോഷകരമാക്കുന്നുണ്ട് ഈ വേദിയിൽ. അതേപോലെ തന്നെ ശ്രീമതി മോനമ്മ കോക്കാട്, മോനമ്മ ചേച്ചി ധാരാളം സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതിയായിട്ടുള്ള വ്യക്തിത്വമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ധാരാളം കൗൺസിലിങ്ങുകളും അവയർനെസ് ക്ലാസ്സുകളും ഒക്കെ എടുക്കുന്ന മോനമ്മ ചേച്ചി. അതേപോലെ തന്നെ ശ്രീ രഞ്ജിത്ത് സാനുമാഷിൻ്റെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ധന്യമായ ഈ സങ്കേതത്തിൽ സാനുമാഷിൻ്റെ കുടുംബത്തിൻ്റെ സാന്നിധ്യവും നമ്മളെ ഒട്ടേറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഡോക്ടർ മേരി അനിത, നമുക്കറിയാം മേരി അനിത സെലിബ്രിറ്റിയാണ്. സാമൂഹ്യക്ഷേമ രംഗത്ത് അംഗപരിമിതരായ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച വ്യക്തിത്വം നമ്മൾ കണ്ടു. കഴിഞ്ഞ കൊറോണ എന്ന ഒരു മഹാമാരി നമ്മളെ കാർന്നു തിന്നപ്പോൾ ചെറുപ്പക്കാരായ ഒരച്ഛനും അമ്മയ്ക്കും ഒരു കുഞ്ഞ് പിറന്നു. വീട്ടിലെല്ലാവർക്കും കൊറോണ, എങ്ങനെയും ആ കുഞ്ഞിനെ രക്ഷിക്കണം. മെഡിക്കൽ സയൻസ് അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തു ചെയ്യും? കുഞ്ഞിനെ കൊറോണ ബാധിച്ചാൽ ആ വീട്ടിലെ കുഞ്ഞിനെ നോക്കാൻ മറ്റൊരാൾ ആരുമില്ല. അങ്ങനെ പകച്ചു നിൽക്കുന്ന
സമയത്താണ് ദൈവഹിതം എന്ന നിലയിൽ ഡോക്ടർ മേരി അനിത എന്ന ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. ആ കുഞ്ഞിനെ മേരി അനിത കൊണ്ടുവന്ന് സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തി. ലോകമാധ്യമങ്ങളെല്ലാം വളരെ അത്ഭുതത്തോടും അതിശയത്തോടും കൂടി ചർച്ച ചെയ്യപ്പെട്ടു. മേരി അനിത നമ്മുടെ വേദിയെ ധന്യമാക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ ഡോക്ടർ ലതാ നായർ സെൻറ്റ് തെരേസസ് കോളേജിലെ പ്രൊഫസറായിരുന്നു. സാമൂഹിക പ്രവർത്തന രംഗത്തിപ്പോഴും സജീവമാണ്. ലതാ നായരും നമ്മുടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്നു. അടുത്തൊരു കലാകാരൻ, എനിക്ക് തോന്നുന്നു കലാധരൻ മാസ്റ്ററുടെ ശിഷ്യനാണ്. 35 വർഷത്തോളം ഞാൻ മാസ്റ്ററുടെ ഒപ്പം നടന്ന ആ ഒരു ബഹുമതി മതി എന്നാണ് ഞാൻ ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. എനിക്കവിടെ വേദിയൊന്നും വേണ്ട, ഞാൻ വേദിയിലേക്കൊന്നും വരുന്നില്ല. 35ഓളം വർഷം മാസ്റ്ററുടെ നിഴലായി നടന്ന എനിക്ക്. അപ്പോൾ ബിനു പറഞ്ഞു, അതൊന്നും വേണ്ട ചേട്ടാ, ഞാൻ ഇവിടെ ഉണ്ടാകും. അങ്ങനെ ബിനുവും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വേദി അലങ്കരിക്കുന്നു. അതേപോലെ നമ്മുടെ സാമുൽ സാർ ഈ വേദിയിൽ ബാക്കിലിരിക്കുകയാണ്. ഫേസ് ഫൗണ്ടേഷൻ്റെ സാമുൽ സാർ വേദിയിലേക്ക് കയറി വരണം. ഫേസിൻ്റെ കൂടെ ഒപ്പം സഞ്ചരിക്കുന്ന ആളാണ് സാമുൽ സാറാണ് ഞങ്ങളുടെ ലൈസൺ ഓഫീസർ. സദസ്സിനകത്താണ് ഇരിക്കുന്നത്. സാമുൽ സാർ ഇങ്ങ് വരണം, ഇവിടേക്ക് വരണം. സാമുൽ സാർ. അങ്ങനെ SNV സദനത്തിൻ്റെ പ്രിയപ്പെട്ട അമരക്കാർ, എനിക്കേറെ സന്തോഷത്തോടെ പറയാനുള്ളത്, SNV സദനം ഈ ഒരു ചടങ്ങിന് വേണ്ടി ഇവിടെ പുറത്തൊരു ചടങ്ങിനും കൊടുക്കുന്ന സ്ഥലമല്ല. ഒരു പ്രോഗ്രാമും വേറെ സദനവുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത ഒരു പ്രോഗ്രാമിനും കൊടുക്കുന്ന സ്ഥലമല്ല. ശിവദാസൻ ചേട്ടൻ മാമിനോട് ചോദിച്ചു. അപ്പോൾ തന്നെ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളോട് എല്ലാം കൂടി ആലോചിച്ചപ്പോൾ സാനുമാഷിൻ്റെ ഒരു അവാർഡ്, സാനുമാഷിന് കൊടുക്കുന്ന ആദ്യത്തെ ഒരു പുരസ്കാരം, സാനുമാഷിൻ്റെ വിയോഗത്തിന് ശേഷം, സാനുമാഷ് നമ്മളെ കടന്നുപോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ആദ്യത്തെ പുരസ്കാരമാണിത്. അത് ഞങ്ങൾ തന്നെ കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇനി ധാരാളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് വരും എന്ന് പ്രതീക്ഷിച്ചു. ഇപ്പം തന്നെ ജീവിച്ചിരുന്നപ്പോൾ ഒട്ടേറെ പുരസ്കാരങ്ങളുടെ കൊടുമുടിയിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്. അപ്പോൾ എന്തായാലും ഫേസ് തുടങ്ങുന്ന കാലം 2011 തുടങ്ങി ഫേസിന് നിഴലായി സഞ്ചരിച്ച വ്യക്തിത്വം. അവസാന സമയത്ത് തീരെ വയ്യാതെ വന്നപ്പോൾ എന്നെ വിളിച്ചു കാണണമെന്ന് വന്നപ്പോൾ പറഞ്ഞു, ആ ചെയർമാൻ സ്ഥാനത്തും ദേവൻ എന്നെ ഒന്ന് നീക്കണം, എനിക്ക് തീരെ വയ്യ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്നെ ഒന്ന് നീക്കണം. ഞാൻ പറഞ്ഞില്ല, ഇല്ല മാഷെ, അത് ഈശ്വരൻ നിശ്ചയിക്കുമ്പോൾ ഫേസിൻ്റെ ചെയർമാൻ സ്ഥാനത്തുനിന്ന് ഈശ്വരൻ നീക്കട്ടെ, എനിക്ക് അതിന് അധികാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാഷ് കടന്നുപോയി. ഇന്ന് ഞങ്ങൾ പറയും, പലപ്പോഴും സാമൂഹ്യ പ്രവർത്തകർ ഒത്തുകൂടുമ്പോൾ പറയാറുണ്ട്, ഈ നഗരത്തിൻ്റെ ഒരു മുഖമായിട്ട് VR കൃഷ്ണൻ സാർ കടന്നുപോയപ്പോൾ രണ്ടാമത് നമ്മൾ കണ്ടെത്തിയ മുഖമായിരുന്നു പ്രൊഫസർ MK സാനുമാഷ്. ഇതിന് പകരം വെക്കാൻ മറ്റൊന്നില്ല. കൃഷ്ണൻ സാർ കടന്നുപോയപ്പോൾ പകരം വെക്കാൻ ചേർന്ന ഒരാളുണ്ടായിരുന്നു. ഇപ്പം ആ സ്പേസ് ശൂന്യമാണ്. ഒരു പൊതുമുഖത്തിനെ നമുക്ക് ഈ നഗരത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ധാരാളം ആളുകളുണ്ട്. ലീലാവതി ടീച്ചറൊക്കെ വയ്യാതിരിക്കുന്നു. അങ്ങനെ പലരും ഉണ്ടെങ്കിലും അതിനോടൊപ്പം വെക്കാൻ, അതിനടുത്തെങ്കിലും ചേർത്ത് വെക്കാൻ ഒരാളില്ലാത്ത ഒരു ശൂന്യത ഇന്ന് ഈ നഗരത്തിനുണ്ട്, കൊച്ചിക്കുണ്ട്. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വൈകിട്ട് മഴയൊക്കെ വരുന്നതിന് മുമ്പ് വളരെ ദൂരെ നിന്നൊക്കെ വന്നിട്ടുള്ള മാതാപിതാക്കളും കുഞ്ഞുമക്കളും ഉണ്ട്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ആമുഖത്തിൽ ഫേസിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. 2015 പ്രവർത്തനം ആരംഭിച്ച ഫേസ്, ഞാൻ ഇതിൻ്റെ ചിത്രം കുട്ടികൾ വരച്ചിരുന്ന ആ സമയത്ത് അന്ന് ഞാൻ പറഞ്ഞു, 30 ലക്ഷത്തോളം മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ ഞങ്ങൾക്കായി നമ്മുടെ കേന്ദ്രത്തിലൂടെ എന്ന് പറയുമ്പോൾ ചാരിതാർത്ഥ്യമുണ്ട്. രാജ്മോഹൻ സാറൊക്കെ അവിടെ വന്ന് ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്. രാജ്മോഹൻ സാറ്, അതുപോലെ പലരും ഇവിടെ ഇരിക്കുന്നതിൽ പലരും. മോനമ്മ ചേച്ചി അവിടുത്തെ സാന്നിധ്യം, നിത്യ സന്ദർശകയാണ്. മോനമ്മ ചേച്ചിയുടെ ബർത്ത്ഡേ എല്ലാ വർഷവും അവിടെ ആഘോഷിക്കണേ. അപ്പം മോനമ്മ ചേച്ചി പറഞ്ഞു, എൻ്റെ മരണം വരെ എൻ്റെ ജന്മദിനം ഇവിടെ ആഘോഷിക്കും. അതിന് ദുബായിൽ നിന്ന് മക്കളും വരും ആ ദിവസം. അങ്ങനെ ഒട്ടേറെ മനുഷ്യരുടെ ജന്മദിനങ്ങളും നമ്മളെ വേർപെട്ടവരുടെ ഓർമ്മ ദിനങ്ങളും ഒക്കെ ഫേസിലാണ് നടത്തുക. അതുകൊണ്ടാണ് ഈ ഭക്ഷണം ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കണം, ഇങ്ങനെ ഒരു ഇടമുണ്ട്. അവിടെ നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ ഒന്നുകൊണ്ട് കാണിക്കണം, അവരെ കൊണ്ടൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കണം, അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെ. അതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഫേസിൻ്റെ പ്രയാണം തുടരുന്നു. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഈ അജണ്ടയിൽ, ഫേസിൻ്റെ ബൈലോയിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു പോയിരിക്കുക. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം വിശപ്പാണ്. വിശപ്പില്ലാത്ത മനുഷ്യരുള്ളൊരു ലോകം. VR കൃഷ്ണൻ സാർ ഇതിന് ഫേസ് എന്ന് പേരിട്ടുകൊണ്ട്
അദ്ദേഹം പറഞ്ഞതും അതാണ്. സ്വാമി വിവേകാനന്ദൻ സ്വപ്നം കണ്ടത് ദരിദ്രരില്ലാത്ത ഭാരതം എന്നാണെങ്കിൽ എൻ്റെ സ്വപ്നം പട്ടിണിക്കാരില്ലാത്ത കൊച്ചിയാണ്. ഒരാൾ പോലും കൊച്ചിയിൽ പട്ടിണി കിടക്കാതിരിക്കട്ടെ എന്ന് ഞാൻ സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ് മുഖം എന്ന ഈ സ്ഥാപനത്തിന് ജസ്റ്റിസ് വി ആർ കൃഷ്ണ സാർ പേരിട്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഇങ്ങനെ ഒരു ചിത്രരചനാ മത്സരം നമ്മൾ നടത്തി. അത്ഭുതമെന്ന് പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സർഗവാസന, മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം. അമാനുഷികമായ കഴിവ്, വലിയ കഴിവുള്ള കുഞ്ഞുങ്ങൾ കണ്ടില്ലേ, ഈ ചിത്രങ്ങളൊക്കെ നിരന്ന് കിടക്കുന്നു. അവർക്ക് കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മനോഹരമായിട്ട് ഈ ചിത്രങ്ങളുടെ പല വർണ്ണങ്ങളും അവർ പൂർത്തിയാക്കിയതിന്. പക്ഷേ ജഡ്ജസ് 1 മണിക്കൂറെന്നാണ് സമയം തന്നത്. പിന്നെ അത് 1.5 മണിക്കൂറാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും സമയം നീട്ടിക്കൊടുക്കാൻ പറ്റില്ല എന്നൊരു അഭിപ്രായം വന്നുകൊണ്ട് ജഡ്ജിങ് കമ്മിറ്റിക്ക് തന്നെ നമ്മൾ തീരുമാനം വിട്ടുകൊടുത്ത് 1.5 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി. ഈ ജഡ്ജസ് വളരെ പ്രമുഖരായ ജഡ്ജസാണ്. പി വി നന്ദൻ എന്ന് പറയുന്ന ആൾ വളരെ അറിയപ്പെടുന്ന ചിത്രകാരനാണ്. അദ്ദേഹത്തിനോടൊപ്പം നിരവധി ചിത്രകലാ അക്കാഡമിയുടെയൊക്കെ നിരവധി കേന്ദ്ര ചിത്രകലാ അക്കാഡമിയുടെ ഒരു അവാർഡ് നേടിയ സുനിൽ പല്ലാർപാടം, അവരൊക്കെയായിരുന്നു ഇതിന് ജഡ്ജിങ് കമ്മിറ്റി. പക്ഷേ അവർക്ക് നല്ല സമയമെടുത്തു ഇത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു നമുക്കൊരു പ്രത്യേകതയായിട്ട് തോന്നി. പറ്റുന്നില്ല, ഇത് ഒന്നിനൊന്നിന് മെച്ചമാണ്. ഒന്നിനൊന്നിന് ചെറിയ ചെറിയ അപാകതകളുള്ള ഒരു 10-20% മാത്രമേ ഉള്ളൂ. സാധാരണ ഈ ചിത്രകലാ മത്സരത്തിലൊക്കെ വരുമ്പോൾ കുട്ടികൾ വരയ്ക്കുമ്പോൾ ഒരു 40-45% കാര്യമില്ലാതെ മാറ്റിവെക്കും, പെട്ടെന്ന് മാറ്റിവെക്കാൻ പറ്റും, എടുത്ത് പെട്ടെന്ന് മാറ്റാൻ പറ്റും. പക്ഷേ ഇവർക്ക് മാറ്റാൻ പറ്റുന്നില്ല. തിരിച്ചും മറിച്ചും കൺഫ്യൂഷൻ. ഇതാർക്ക് കൊടുക്കണം, ഇത് ഏതിനെ പ്രഖ്യാപിക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷനിൽ ആണ് അവസാനം സമയമെടുത്തു, നല്ല ടൈം എടുത്തു, എല്ലാം. അപ്പോൾ ഓരോന്നും ഇവർ മാറ്റി വെക്കുമ്പോൾ ഞങ്ങളും ചോദിക്കും, നമ്മുടെ ഋഷിയൊക്കെ അടുത്തുനിന്ന് ചോദിക്കുമായിരുന്നു, പക്ഷേ ആ ചിത്രം എന്താ മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ, അത് എന്തുകൊണ്ട് മാറ്റി. അപ്പോൾ ആ ചിത്രം ഇവർ സെലക്ട് ചെയ്ത ചിത്രത്തിനേക്കാൾ നമ്മൾ കാണുമ്പോൾ ഭംഗിയാണ്. നമുക്ക് ഈ ഭംഗിയല്ലേ അറിയുള്ളൂ, നമുക്ക് ചിത്രകലയെക്കുറിച്ച് അറിയില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ട് ഈ ചിത്രം മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് വിശദീകരണം കൊടുക്കുകയാണ്. അതിൻ്റെ ഓരോ കളറ്, അതിൻ്റെ ഓരോ തലത്തിൽ ആ ഒരു കലാകാരൻ്റെ മനസ്സവിടെ വായിച്ചെടുക്കുകയാണ് ഓരോ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് ജഡ്ജസ്. അങ്ങനെയാണ് ജഡ്ജിങ് കമ്മിറ്റി ഈ അവാർഡ് സൃഷ്ടികളെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. ഇപ്പം എന്തായാലും നമ്മൾക്ക് 6 പേർക്കാണ് കൊടുക്കാൻ പറ്റുന്നത്. 6 പേർക്കാണ് പുരസ്കാരം ഉള്ളത്, 1, 2, 3 സമ്മാനങ്ങൾ. അതിനോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യസാനു സ്മാരക പുരസ്കാരവും ആ സാനുമാഷിൻ്റെ പേരിലുള്ള സഖ്യസാനു പുരസ്കാരവും കൂടെ ചേർന്നതാണ്. അപ്പോൾ അതല്ലാതെ ധാരാളം കുട്ടികൾ ചിത്രം വരച്ചിട്ടുണ്ട്. അവർക്കൊക്കെ കഴിവുണ്ട്. ഈ ചിത്രം വരയ്ക്കാൻ പോവുക എന്ന് പറയുന്നത് പ്രൈസ് വാങ്ങിക്കാൻ മാത്രമല്ല, ആ കലയെ കൂടുതൽ കുറ്റമറ്റതാക്കാൻ, കൂടുതൽ വരച്ച് 4 പേരുടെ മുന്നേ നമ്മുടെ ചിത്രങ്ങൾ വരച്ച് കാണിച്ച് നമ്മുടെ കുഞ്ഞുമക്കളുടെ കഴിവുകൾക്ക് കൂടുതൽ പ്രചോദനമാകാൻ വേണ്ടിയാണ് മത്സരങ്ങൾ പങ്കെടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ട് സമ്മാനം എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കരുത്. എല്ലാവർക്കും പ്രൈസ് ഉണ്ട്, എല്ലാവർക്കും സമ്മാനമുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇനിയും വരച്ചുകൊണ്ടേയിരിക്കണം. നല്ല കഴിവുള്ള കുഞ്ഞുങ്ങളിനകത്തുണ്ട്. അന്ന് അവിടെ സംസാരിച്ചതുപോലെ മാതാപിതാക്കൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ബ്രഷൊക്കെ നല്ല മനോഹരമായിട്ട് വരച്ചിട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കും ആ വരച്ചു കൊണ്ടുവന്നത് അതിൻ്റെ ഫിനിഷിങ് എൻഡിലേക്ക് വരുമ്പോൾ പാളിപ്പോകുന്നു. അത് ഈ ബ്രഷിൻ്റെ ഒക്കെ പ്രശ്നങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചത്. അങ്ങനെ 1ാം സ്ഥാനത്തേക്ക് എത്തേണ്ടത് പലരും ചെറിയ കാരണങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അതൊക്കെ മാതാപിതാക്കൾ കുറച്ചുകൂടി കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ ലോകമറിയപ്പെടുന്ന നല്ല ചിത്രകല സൃഷ്ടികൾ ഇവർക്ക് വരച്ചെടുക്കാൻ സാധിക്കും, ഇവർക്ക് ചെയ്യാൻ സാധിക്കും, ഇവരുടെ ഭാവിയിലേക്ക് വലിയൊരു മുതൽക്കൂട്ടാക്കി എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. നന്ദി ദേവൻ സർ. അടുത്തതായി സ്വാഗത പ്രസംഗമാണ്. അതിനായി സെലിബ്രേഷൻ കമ്മിറ്റി ചെയർമാൻ ശ്രീ KP ശിവദാസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ, ഈ സദനം SNV സദനത്തിൻ്റെ സമാരാധ്യായ സെക്രട്ടറി ശ്രീ MR ഗീത അവർകൾ, വേദിയിലിരിക്കുന്ന കലാപീഠം ബിനു, ഡോക്ടർ ലത നായർ, ഡോക്ടർ മോനമ്മ കൊക്കാട്, കലാധരൻ മാസ്റ്റർ, S രാജ്മോഹൻ സാർ, ഹാരിഷ് സാർ, ബിനു വക്കീൽ, മേരി അനിത, കൂടാതെ ഇവിടെ ഈ സമ്മേളനത്തിന് വന്നിരിക്കുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ വേദി സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ആശംസിക്കുന്നു. എന്താണ് ഫേസ് എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖ
ദേവൻ പറഞ്ഞു. 2011 ആരംഭിച്ച് കേരളത്തിലുണ്ടായ കൊടും വെള്ളപ്പൊക്കവും 3 വർഷത്തെ കോവിഡും വളരെ എല്ലാവർക്കും എല്ലാ ബുദ്ധിമുട്ടുകളും, കോവിഡിൻ്റെ എല്ലാ ഭീഷണികളും നേരിട്ടുകൊണ്ട് ഭക്ഷണം അതാത് സ്ഥലത്ത് എത്തിച്ചു കൊടുത്ത പല സംഘടനകളിൽ മുന്നിൽ നിൽക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. അതിലൊരു തർക്കമില്ല. പലരും കോവിഡിനെ പേടിച്ചു മാറിയപ്പോൾ കോവിഡ് അല്ല എന്ത് വന്ന് വീഴുന്നവരെ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് രംഗത്തിറങ്ങിയ ആളാണ് ദേവൻ. ഇവിടെ ഒരു കല്യാണ മണ്ഡപത്തിൽ നേരിട്ട് ഗോതമ്പും ചപ്പാത്തിയും അരിയും ഗോതമ്പും അരിയും എത്തി ചപ്പാത്തിയും ചോറുമായിട്ട് ഓരോ ഗൃഹങ്ങളിലും എത്തിച്ചു കൊടുത്ത ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എന്താണ് ഫേസ് എന്നറിയാതെ ഒരു ചിത്രരചനാ മത്സരത്തിന് മാത്രം നിങ്ങൾ വന്നപ്പോൾ നിങ്ങളത് ഫേസ് എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഫേസിൻ്റെ ഓരോ പരിപാടികളിലും വലിയ വലിയ സമുന്നതരായ ആളുകൾ ഇവരെ പോലെ എല്ലാം വന്നതാണ്. ഈ ആളുകളെല്ലാം പങ്കെടുക്കുന്നപ്പോഴും അവരെല്ലാം അതിൽ ഭാഗഭക്കായതുമാണ്. ഇന്നിപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്ന ഈ ചിത്രരചനാ മത്സരം, സാനു മാസ്റ്ററെ പേരിലുള്ള ഈ മത്സരം, അതൊരു വേറിട്ടൊരു ഇതാണ്. കാരണം സാനു മാസ്റ്റർ ഈ സംഘടനയുടെ ആജീവനാന്ത പാറ്റേണായിരുന്നു. അദ്ദേഹം ഓരോ ദിവസവും ദേവനെ വിളിച്ച് അന്നത്തെ കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. വളരെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിനുള്ളിലും ഫേസിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സാനു മാസ്റ്റർ പേരിലായിരിക്കണം ഈ ഒരു മത്സരം എന്ന് തീരുമാനിച്ചിട്ട് നമ്മളതാണ്. അപ്പോൾ അതിനൊരു അവാർഡ് വേണം. ആ അവാർഡാണ് സഹ്യ സാനു പുരസ്കാരം. ഇതിലെ 2 ഡിവിഷനായിട്ടാണല്ലോ നമ്മൾ നടത്തിയത്. ഈ 1-ാം ക്ലാസ് മുതൽ 4 വരെയും 5 മുതൽ 10 വരെ. 10-ൽ ആദ്യത്തെ ബാച്ചിലുള്ള കുട്ടികൾക്ക് നേടുന്ന സമ്മാനം, 1-ാം സമ്മാനത്തിൻ്റെ പേരാണ് സഹ്യ സാനു പുരസ്കാരം. സാനു മാസ്റ്ററുടെ പേരിൽ ഇങ്ങനൊരു പുരസ്കാരം കൊടുക്കുവാൻ സാധിച്ചതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ വളരെ വിനീതരായിട്ട് പറയുകയാണ്. അതൊരു അവസരം നമുക്കാണ് ആദ്യം വന്നത്. അദ്ദേഹത്തിൻ്റെ സാനു മാസ്റ്റർ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും മാഷെപ്പോലെ തന്നെ ഉന്നതിയിലാണ്. ഡോക്ടർമാരും മറ്റ് വ്യവസായികളൊക്കെയാണ്. പക്ഷെ അവരെല്ലാവരും തന്നെ ഇന്നിവിടെ വന്നത്, നമ്മൾ വിളിച്ചപ്പോൾ ഞാൻ അവരെ നേരിട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളിത് അറിഞ്ഞു, ഞങ്ങൾ എന്തായാലും വരും, ഞങ്ങൾക്ക് ക്ഷണമൊന്നും വേണ്ട, ഈ സംരംഭത്തിന് ഞങ്ങൾ അവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഇത് ഇങ്ങനെ നമ്മൾ നടത്താനും സാഹചര്യം ഉണ്ടായി. ഇന്നിതുപോലെ ഇതിൻ്റെ സമ്മാനദാനം ഏതാനും ഒരു അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞാൽ ഉദ്ഘാടനവും കഴിഞ്ഞ് സമ്മാനദാനം നിർവഹിക്കുന്നതായിരിക്കും. ഇതിൽ വന്ന കുട്ടികൾക്ക് നമ്മൾ ആ ജഡ്ജസ്മാരുടെ അഭിപ്രായത്തിൽ, ഞങ്ങളിത് കണ്ടപ്പോൾ എനിക്കത്ര വലിയ പ്രാഗൽഭ്യമൊന്നുമല്ല വരയിൽ. പക്ഷെ ജഡ്ജസ് ഒരു കാര്യം പറഞ്ഞു. നേരത്തെ ദേവൻ നിങ്ങളെ സൂചിപ്പിച്ചു, ഇവരെല്ലാവരും നല്ല കഴിവുള്ള കുട്ടികളാണ്. അവരുടെ വരയും കാര്യങ്ങളും അവരുടെ ആശയങ്ങളുമാണ് ആ ചിത്രങ്ങളിലുള്ളത്. അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട കൂടുതൽ കലാ ഇതിലേക്ക് രംഗത്തേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ അവരൊരു പക്ഷേ നല്ല ചിത്രകാരന്മാരായി വളരും. കാരണം ആരും മോശമല്ല എന്നാണ് അവർ പറഞ്ഞതും. മാർക്കിടാൻ വരെ അവരൊരുപാട് സമയമെടുത്തു എന്ന് ഞങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഗീതാ മേഡത്തിന് ഈ ഫേസിൻ്റെ ഈ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഉദ്ഘാടനത്തിനിവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരിക്കുന്ന ശ്രീ IB ഹിഡൻ ഏതാനും നിമിഷങ്ങൾക്ക് എത്തുന്ന പറഞ്ഞത്. ഇവിടെ വേദിയിലിരിക്കുന്ന ഡോക്ടർ മോനമ്മ കൊക്കാടിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ
രാജ്മോഹൻ സാർ അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശ്വവിഖ്യാത ചിത്രകാരൻ കലാധരൻ മാസ്റ്ററെ വളരെ ആദരവോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ ലതാ നായർ അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് സുനിൽ ഹരീന്ദ്രൻ, സെക്രട്ടറി ജില്ലാ ശിശുക്ഷേമ സമിതി, ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബിനുരാജ് കലാപീഠം ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഡോക്ടർ മേരി അനിത ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഡോക്ടർ ലാൽ പ്രയൻ അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതാണ് കുമ്പളം രവി അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാനു മാസ്റ്ററെ, പ്രിയപുത്രനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ആദരവോടെ അദ്ദേഹത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ബിനുരാജ് കലാപീഠം, അതുകൂടാതെ ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള ഫേസിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ കലാരചനാ മത്സരത്തിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങളും അവരുടെ രക്ഷിതാക്കളെയും ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി നമ്മുടെ സുപ്രധാന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഉദ്ഘാടന കർമ്മം, ഭദ്രദീപം തെളിയിക്കൽ. ഹൈബി ഈഡൻ സാറാണ് ആ ചടങ്ങിലേക്കായി നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. സാറിന് ഇന്ന് TV കുരുവിള മുൻ MLA KP ധനപാൽ സാറിൻ്റെ മരണാർത്ഥം പോകുന്നത് കൊണ്ടിട്ട് ഇവിടെ വരാൻ സാധിച്ചില്ല. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീ S രാജ്മോഹൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്ഘാടന പ്രസംഗം രാജ്മോഹൻ സർ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി ലത, നമ്മളുടെ എല്ലാം ആദരണീയനായ ശ്രീ കലാധരൻ മാസ്റ്റർ, ലയൺസ്, ഞാനൊരു റോട്ടറി മുൻ ഗവർണറാകുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് അതേ രീതിയിൽ നിൽക്കുന്ന ഒരാളെയാണ് പ്രൊഫസർ മോനമ്മ കോക്കാട്, ലയൺസിൻ്റെ മുൻ ഡിസ്ട്രിക്ട് ഗവർണറും വേറൊന്നും കൊണ്ടല്ലോ വനിതാ കമ്മീഷൻ മെമ്പറുമായ
പ്രൊഫസർ മോനമ്മ കോക്കാട്ട്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ശിവദാസ് ഫേസിനെ പറ്റി എൻ്റെ അടുത്ത് പറയുകയും ഇങ്ങനെ ഒരു ചടങ്ങുണ്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണത് സ്വീകരിച്ചത്. കാരണം 2022-23 കാലഘട്ടത്തിൽ ഞാൻ റോട്ടറി ഇൻ്റർനാഷണൽ ഇടുക്കി മുതൽ കോയമ്പത്തൂർ വരെയുള്ള റവന്യൂ ഡിസ്ട്രിക്റ്റിൻ്റെ ഏകദേശം 173ഓളം ക്ലബ്ബുകളുടെ ഡിസ്ട്രിക്ട് ഗവർണറായിരുന്ന സമയത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി ഞാൻ ഈ ഫേസ് ഫൗണ്ടേഷനിൽ വരികയും പല പല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ ഒരു നിറവിൽ ചിത്രോത്സവം നടത്തി ഇവിടെ കണ്ടു. സഖ്യസാനു പുരസ്കാര സമർപ്പണം. അപ്പോൾ ഈ സഖ്യസാനു പുരസ്കാര സമർപ്പണം എന്ന് കേട്ടപ്പോൾ സാനു മാസ്റ്ററുടെ പേരിൽ ഉള്ള പുരസ്കാരം എന്നുള്ളത് മാത്രമേ എനിക്ക് അപ്പോഴും പോയുള്ളൂ. എന്നിരുന്നാലും ഉച്ചയായപ്പോൾ ഒരു സംശയം, എന്താണ് ഈ സഖ്യസാനു പുരസ്കാരം എന്ന് വിചാരിച്ച് ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തു. നിങ്ങളിട്ട പേര്, അതായത് അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്, നിങ്ങളിട്ട പേരെന്ന് പറയുന്ന കറക്റ്റായിട്ടുള്ള പേര് തന്നെയാണ് ഇട്ടേക്കുന്നത്. സാനു മാഷ് ഉണ്ട് അവിടെ. ആ സാനു മാഷിന് ഉതകുന്ന രീതിയിലുള്ള പേര് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഒരിത് വായിക്കാം. കേരളത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ, കലാ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആദരിക്കുന്ന ഒരു മഹത്തായ അംഗീകാരമാണ് സഖ്യസാനു പുരസ്കാരം. സഖ്യസാനു എന്ന പേര് തന്നെ നമ്മുടെ പടിഞ്ഞാറൻ ഘട്ടമായ സഖ്യപർവ്വത നിരകളെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയുടെ മഹത്വവും ഉയരവും പോലെ സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്നവരെ ആദരിക്കുകയാണ് ഈ പുരസ്കാരത്തിൻ്റെ ലക്ഷ്യം. സമൂഹത്തിന് മാതൃകയാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടെത്തി അവരുടെ സേവനങ്ങളെ അംഗീകരിക്കുന്നത് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വളരെ പ്രധാനമാണ്. സാഹിത്യം, വിദ്യാഭ്യാസം, സാമൂഹിക സേവനം, പരിസ്ഥിതി സംരക്ഷണം, കലാ, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ മികച്ച സംഭാവന ചെയ്യുന്നു എന്ന് തുടങ്ങി അതങ്ങോട്ട് പോകുന്നു. എന്തായാലും ശരി തന്നെ ഫേസ് ഫൗണ്ടേഷൻ, സാനു മാസ്റ്ററുടെ പേരിൽ ഫേസ് ഫൗണ്ടേഷൻ്റെ അജീവനാന്ത മരിക്കുന്നതുവരെ ചെയർമാനായിരുന്ന സാനു മാസ്റ്ററുടെ പേരിൽ ഇത് തുടങ്ങിയപ്പോൾ അതിൻ്റെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്ന സഖ്യസാനു പുരസ്കാരം. അത് നേടുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. ആർക്കൊക്കെയാണെന്ന് എനിക്ക് കൈയടിക്കാം, നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് കൈയടിക്കുകയും ചെയ്യാം. ആർക്കൊക്കെയാണെന്ന് ഇവിടെ ലിസ്റ്റ് വായിക്കുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ. എങ്കിൽ പോലും സാനു മാഷെ ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ എറണാകുളത്തുകാരനല്ല, അതുകൊണ്ട് മഹാരാജാസ് കോളേജിൽ പഠിച്ചിട്ടുമില്ല. സാനു മാഷുമായിട്ട് ഇവിടെ വന്നതിന് ശേഷം 1985 ജോലി കിട്ടി ഇവിടെ വന്നതിന് ശേഷമുള്ള ബന്ധം മാത്രമാണ് എനിക്കുള്ളത്. സാനു മാഷ വീട്ടിൽ പലപ്പോഴും ഒക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുത്രൻ കൊച്ചിൻ പോർട്ടിൻ്റെ ചീഫ് എഞ്ചിനീയറായ ശ്രീ രഞ്ജിത്ത് ഇവിടെ ഇരിപ്പുണ്ട്, റിട്ടയർ ചെയ്ത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും പല ആൾക്കാരുമായിട്ടും റോട്ടറിയും മറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെയൊക്കെ പ്രതിനിധി എന്നുള്ള നിലയിൽ മാത്രമാണ് ഞാൻ സാനു മാഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു അടുത്ത ബന്ധം പറയുവാൻ എനിക്കില്ല. എങ്കിൽ പോലും വായനയിൽ കൂടി ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് സാനു മാഷ് ഞങ്ങളെല്ലാവരും ആദരിക്കപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഫേസ് ഫൗണ്ടേഷൻ കഴിഞ്ഞ 2011 തുടങ്ങി കഴിഞ്ഞ 15 വർഷമായി നടത്തി വരുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിലയും കൊടുത്തുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാനു മാസ്റ്ററുടെ പേര് ഉപയോഗിച്ചു എന്നുള്ളത് വളരെ സ്തുത്യർഹമായ ഒരു അവസരമാണിത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഹാരം, വസ്ത്രം, പാർപ്പിടം, അതിൽ മൂന്നാമതേ പാർപ്പിടം വരുന്നുള്ളൂ, രണ്ടാമതാണ് ആ വസ്ത്രവും വരുന്നത്. ആദ്യത്തെ കാര്യം ആഹാരം തന്നെയാണ്. ആഹാരം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇവിടെ നേരത്തെ ഇതിൻ്റെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ മാതിരി തന്നെയാണ് ആഹാരത്തിന് അലയുന്നവരെ കണ്ടുപിടിച്ച് അവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ജീവകാരുണ്യ പ്രവർത്തനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ പൈസ കൊണ്ടുചെന്ന് ആവശ്യം പോലെ ഇടാറുണ്ട്. പക്ഷേ അവിടെ ഇരിക്കുന്ന ഒരാൾ കൈ നീട്ടുമ്പോൾ 5 പൈസ കൊടുക്കണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ മനസ്സൊന്നും കൂടെ പോക്കറ്റിൽ ഒന്നും കൂടെ തപ്പി നോക്കും, വേണോ വേണ്ടയോ. വേറെ പള്ളിയിലോ അമ്പലത്തിലോ പൈസ ഇടുന്നതിന് യാതൊരു ക്ഷാമവും കാണൂല. ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന്, ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് ആ പൈസ എടുത്ത് വളരെ കാര്യമായിട്ട് കൊണ്ടുചെന്ന് അമ്പലത്തിൽ ഇട്ടിട്ട് പ്രാർത്ഥിക്കും. സുഹൃത്തുക്കളെ, അവിടെയൊന്നും ഇടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.
ഞാൻ പണ്ടാരോ പറഞ്ഞ മാതിരി എത്ര വർഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിലല്ല, അത് എത്ര പേരുടെ മനസ്സിൽ ജീവിക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും ഇത് കാണേണ്ടത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഫേസ് ഫൗണ്ടേഷൻ നടത്തുന്ന ദേവനും ശിവദാസും എല്ലാവരും കൂടെ ചേർന്ന് ഫേസ് ഫൗണ്ടേഷൻ നടത്തുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നൽകുന്നതോടൊപ്പം തന്നെ ഇനിയും നാൾക്ക് നാൾ നല്ല രീതിയിൽ നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം എറണാകുളം പട്ടണത്തിൽ മാത്രം നിന്നുകൊണ്ടാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, എറണാകുളം പട്ടണത്തിൽ ഒരു നേരമെങ്കിലും വിശപ്പടക്കാൻ കഴിയട്ടെ ഇന്ന് ഉള്ള ആൾക്കാർക്ക് കഴിയട്ടെ എന്നുള്ള ആഗ്രഹവും ഉണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഫേസ് ഫൗണ്ടേഷൻ്റെ അവിടെ വന്ന ആൾക്കാർ യാതൊരു മനപ്രയാസവും ഇല്ലാതെ വന്ന് നിന്ന് ഈ കൈനീട്ടി പൊതികൾ മേടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അവർ രീതിയിൽ നോക്കുമ്പോൾ വളരെ നല്ല ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു. ഒപ്പം ഈ സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും ഉള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ ഇതിൻ്റെ ഓരോ പ്രവർത്തകരെയും ഈ എറണാകുളം പട്ടണത്തിലെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഇതിൽ പങ്കെടുത്ത് വിജയിച്ച എല്ലാവർക്കും അതിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഈ ചടങ്ങിൽ പ്രത്യേകം ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മളുടെ എല്ലാം സുപരിചിതനായ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ, പലപ്പോഴും ഞങ്ങളൊക്കെ രാവിലെ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ അതിലെ ഒരു മുഖം ഞാൻ കാണാറുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട കലാധരൻ മാസ്റ്ററുടെ. അദ്ദേഹം അതുവഴി പോകുന്ന സ്റ്റേഡിയത്തിൽ കൂടിയൊക്കെ നടന്നു പോകുന്ന സീൻ ഞാൻ കാണാറുണ്ട്. പലപ്പോഴും എല്ലാവർക്കും ഒരിക്കലും അദ്ദേഹത്തിന് ആ ഒരു ഇതൊന്നുമില്ലാതെ രീതിയിൽ എല്ലാവരെയും കാണുമ്പോഴുള്ള എളിമയോടുകൂടി നടക്കുന്ന ലോകപ്രശസ്തനായ കലാധരൻ മാസ്റ്റർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. SNV സദനം സെക്രട്ടറി MR ഗീതയെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾക്കും ആദരണീയ സദസ്യർക്കും എൻ്റെ വിനീത നമസ്കാരം. 10 മിനിറ്റ് മുമ്പ് വീണ് കിട്ടിയ ഒരു സുവർണ അവസരമാണ് ഈ അധ്യക്ഷ സ്ഥാനം. അരനൂറ്റാണ്ട് കാലത്തിനേറെയായി സദനത്തിൽ ഏതൊരു മീറ്റിംഗ് നടക്കുമ്പോഴും അതിൽ നിറസാന്നിധ്യമായിരുന്നു സാനുമാഷ്. സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ അർത്ഥപൂർണമായ പല നേട്ടങ്ങളും കൈവരിച്ച അദ്ദേഹം മനുഷ്യജന്മം തന്നെ മനുഷ്യ സേവനത്തിനായി ഉപയോഗിക്കണമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് നമ്മളെ കാണിച്ചു തന്ന സാനുമാഷ് അദൃശ്യമാണെങ്കിലും ആ പ്രകാശവും ആ ഊർജവും നമുക്കിന്നും കരുത്തേകുന്നുണ്ടെന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. കൃഷ്ണയ്യർ സാറും മാഷും കൂടെ ചേർന്ന് ഈ ഫേസ് 2011 തുടങ്ങിയത്. ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ പ്രവർത്തനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ വിശപ്പാണ് ഏറ്റവും വലുത് അല്ലേ? അതിനു വേണ്ടി ചെയ്യുന്ന ഈ സൽപ്രവൃത്തിയുടെ ആദ്യത്തെ ഒരു സഹ്യസാനു സമ്മാനദാന ആണ് ഇന്നിവിടെ നടക്കുന്നത്. രത്നമ്മ ചേച്ചിക്ക് അസുഖമാകുന്നവരെ സാനുമാഷ സദനത്തിലാണ് നിത്യവും വന്നുകൊണ്ടിരുന്നതും എഴുതിക്കൊണ്ടിരുന്നതും. അതിനിടയ്ക്ക് മാഷ എഴുത്തിനിടയ്ക്ക് ചിലപ്പോൾ ഒരു ഷീറ്റ് എടുത്തിട്ട് ഒരു പടം വരയ്ക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എനിക്കറിയില്ല ഇവിടെ വന്നിരിക്കുന്നവരിൽ ആർക്കൊക്കെ അറിയാം, മാഷ് നല്ലൊരു ചിത്രകാരനാണ്. മാഷിൻ്റെ മക്കൾക്കറിയാം. മാഷിൻ്റെ നവതി ആഘോഷവേളയിൽ ഞങ്ങൾ മാഷ് വരച്ച കുറേ പടങ്ങൾ ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചിരുന്നു. സമയം കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന് അതവിടെ വയ്ക്കേണ്ടതായിരുന്നു. ഒരു പരുന്ത് പറന്ന് വന്നിരിക്കുന്ന പടം, സൂര്യകാന്തി പൂവ്, ഒരു സിംഹം, ബെർണാഡ് റസൽ, ഇതൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് മാഷ് വരച്ച പടങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആ മാഷിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആദ്യത്തെ സഹ്യസാനു സമ്മാനമാണെന്ന് ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ ചിത്രരചനയോടൊപ്പം മാഷ് സംഗീതവും വളരെയധികം ആസ്വദിച്ചിരുന്നു. 2 കലകളും മാഷ് വളരെയധികം ആസ്വദിച്ചിരുന്നതാണ്. ഈ പരിപാടി കുട്ടികളുടെ ചിത്രരചന കോമ്പറ്റീഷൻ നടത്തുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് മാഷിൻ്റെ ആ എളിമ, ലാളിത്യം, മനുഷ്യസ്നേഹം, ഇതെല്ലാം കുട്ടികൾക്ക് പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം കൂടി ഉണ്ടാക്കണമെന്നാണ് എനിക്ക്
പറയാനുള്ളത്, ഞങ്ങൾ മാഷിൻ്റെ പേരിൽ ഞങ്ങളൊരു പുതിയ കെട്ടിടം തുടങ്ങിയിട്ടുണ്ട്. അവിടെ മാഷിൻ്റെ ഒരു ഗാലറി തന്നെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാഷിൻ്റെ പല ലേഖനങ്ങളും സമ്പൂർണ്ണ കൃതികളും അതുപോലെ മാഷിന് കിട്ടിയ സമ്മാനങ്ങൾ കുറച്ച് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതും ഈ മാഷ് വരച്ച പടങ്ങളും അതുപോലെ ഓരോ കൊല്ലവും നൽകുന്ന സമ്മാനാർഹമായ ചിത്രങ്ങളും അവിടെ പ്രദർശിപ്പിക്കാവുന്നതാണ്. പബ്ലിക്കിന് ആർക്കും വന്ന് അത് കാണാവുന്ന ഒരു സൗകര്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട് സദനം. അത് മാഷിനെ ഓർമ്മിക്കുന്നതോടൊപ്പം മാഷ് കാണിച്ചു തന്ന ജീവിത മൂല്യങ്ങൾ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും ഒരവസരം കൂടി ഇതിനോടൊപ്പം ഉണ്ടാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അവരോധിച്ചതിന് വളരെയധികം നന്ദി. ഈ ഒരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗീതമ്മ. അടുത്തതായി ടി കലാധരൻ മാസ്റ്റർ സാറിനെ ആദരിക്കലാണ്. കലാധരൻ മാസ്റ്ററിനെ ആദരിക്കുന്നതിനായി അഡ്വക്കേറ്റ് സുനിൽ ഹരീന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 5 പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ ദൃശ്യകലകൾക്ക് നൽകിയ സംഭാവനകൾ പേരുകേട്ട ഒരു അമൂർത്ത കലാകാരനും ചിത്രകാരനും ശില്പിയുമാണ് അദ്ദേഹം. കേരള കലാപീഠത്തിലെ പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹം. പരമ്പരാഗത ദൃശ്യകലകളെ സംഗീതം, വസ്ത്രങ്ങൾ, തത്സമയ പ്രകടനം എന്നിവയുമായി സംയോജിപ്പിക്കുന്ന പെയിൻറ്റിംഗ് തിയേറ്ററിന് അദ്ദേഹം പ്രശസ്തനാണ്. കേരള ലളിതകലാ അക്കാദമി ഫെലോഷിപ്പും MV ദേവൻ അവാർഡും ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ്. എല്ലാവരും ഉഷാറായില്ലേ? എന്താന്ന് കൈയടിച്ചാ കേൾക്കട്ടെ. ഇതെന്താ ഇതിങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടിരിക്കുന്ന സമയമല്ലേ? അപ്പോൾ ഇവിടെ ഏറ്റവും മഹത്തരമായ സമുന്നതമായ പുരസ്കാരങ്ങൾ ഓരോന്നായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. സാനുമാഷിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സാനുമാഷ് ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനൊരു പത്മശ്രീയൊക്കെ ലഭിക്കാൻ എന്തുകൊണ്ടും 100% യോഗ്യതയുള്ളൊരു വ്യക്തിയായിരുന്നു. എവിടെയൊക്കെയോ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് നിരസിക്കപ്പെട്ടു എന്നൊരു വേദനയും നമുക്കുണ്ട്. ഇടപെടൽ നടത്തേണ്ടവർ എന്തിൻ്റെയൊക്കെയോ കാരണത്താൽ കണ്ണടച്ചു. ആ ദുഃഖവും കൂടെ നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ ഈ പത്മശ്രീയേക്കാളിലൊക്കെ വലിയ പത്മശ്രീ അദ്ദേഹത്തിന് ഈ സമൂഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ ആദ്യമായി കേരളത്തിൽ ലോകത്തിൽ ലഭിക്കുന്ന സഖ്യസാനു പുരസ്കാരം ഇതിനോടൊപ്പം വരികയാണ്. 6 പുരസ്കാരങ്ങൾ, ജൂനിയർ 1, 2, 3, സീനിയർ 1, 2, 3. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇത് കൂടാതെ ജഡ്ജിങ് കമ്മിറ്റിയുടെ ഉത്കണ്ഠയും ആകുലതയും വെച്ചുകൊണ്ട് അവർ പറഞ്ഞു സ്പെഷ്യൽ ജൂറി പുരസ്കാരം കൂടി ഏർപ്പെടുത്തിയേ പറ്റൂ. പറ്റണില്ല. അങ്ങനെ 2 സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ഇതോടൊപ്പം ഉണ്ട്. അപ്പോൾ പുരസ്കാരത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സാനുമാഷിൻ്റെ പേരിൽ സഖ്യസാനു പുരസ്കാരം നേടുന്ന ആൾ ചെറിയ ആളൊന്നുമല്ല. ലോകം മുഴുവൻ ഓർക്കും ആദ്യത്തെ സഖ്യസാനു പുരസ്കാര ജേതാവ്. അഭിമാനത്തോടുകൂടി അതിന് നിങ്ങൾ തയ്യാറെടുക്കുക. നമ്മുടെ ജഡ്ജിങ് കമ്മിറ്റി തന്ന പാനൽ ലിസ്റ്റ് ഞാനിവിടെ വായിക്കുകയാണ്. ജൂനിയർ കാറ്റഗറിയിൽ തേർഡ് പ്രൈസ് താഴേന്ന് പോകണം കേട്ടോ. തേർഡ് പ്രൈസ് ചെസ്റ്റ് നമ്പർ 214 ദക്ഷ വിനായക്, രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ, കളമശ്ശേരി. നല്ലപോലെ ഒന്ന് കൈയടിക്കണം. ഇവിടെ ആളുണ്ടോ? ആളെത്തിയിട്ടുണ്ടോ? ദക്ഷ് ഉണ്ട്. അവിടെ ഇരിക്കൂ. പുരസ്കാരം തരാൻ വേണ്ടി വിളിക്കുമ്പോൾ വന്നാൽ മതി. 2ാം സമ്മാനം സെക്കൻഡ് പ്രൈസ് ചെസ്റ്റ് നമ്പർ 229. ആരാണ്? ആൾ വന്നിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ചെസ്റ്റ് നമ്പർ 229 പാർത്ഥവി അജിത്ത്, അമൃത വിദ്യാലയം, എളമക്കര. ഭാരതവി ഉണ്ടോ?
ഇനി ഇതിൻ്റെ ഫസ്റ്റ് പ്രൈസ് ഹിമാവരി ഷൈജു, ചെസ്റ്റ് നമ്പർ 235, ഇൻഫന്റ് ജീസസ് പബ്ലിക് സ്കൂൾ, പറവൂർ, നോർത്ത് പറവൂർ. ഹിമാവരി വളരെ അപൂർവമായൊരു പേരാണ്. ഈ പേര് തന്നെ കൺഫേം ചെയ്യാൻ 5 പ്രാവശ്യം നിങ്ങൾ രക്ഷകർത്താവിനെ വിളിച്ചു. കുട്ടിക്ക് നീ എഴുതിപ്പോയ തെറ്റിയതാണോ? ഹിമാവരി എത്തിയിട്ടുണ്ടോ? ആളുണ്ടോ ഇവിടെ? ഉണ്ട്. സ്പെഷ്യൽ ജൂറി പുരസ്കാരം ജൂനിയർ കാറ്റഗറിയിൽ തന്നെ റയാൻ സുബിൻ, ചെസ് നമ്പർ 185, നളന്ദ പബ്ലിക് സ്കൂൾ, എറണാകുളം. റയാൻ ഉണ്ട്. ഇനി സീനിയർ കാറ്റഗറിയിലേക്ക് പോവാം. പുരസ്കാരം എടുത്ത് വിടുവൊക്കെ, മൊമെന്റ് എടുത്ത് വരുന്നു വിടുവോ. വീണ്ടും നെഞ്ചിടിപ്പ് കൂട്ടുക, സഖ്യസ്ഥാനം ആര് നേടുമെന്നുള്ള. സഖ്യസാനു മാഷിൻ്റെ പുരസ്കാരം, സഖ്യസാനു പുരസ്കാരം. നേരത്തെ ഇവിടെ രാജ്മോഹൻ സാർ പറഞ്ഞു സഖ്യസാനു ഒന്ന് പേരിടാൻ വേണ്ടിയിട്ട്. ഈ പുരസ്കാരത്തിനൊരു പേരിടണമല്ലോ. ഞാനും ഡയറക്ടർ ശ്രീ ലാൽപ്രിയനും കൂടെ തലപോഞ്ഞാലൊക്കെ എന്ത് പേരിടും? ആർട്ടാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പേര് വേണ്ടേ? ഇരുന്ന് വിഷമിക്കുക. കുറച്ചധികം നേരം ഇരുന്നു, പല പേരുകളും ഞങ്ങൾ ചർച്ച ചെയ്തു. അവസാനം കണ്ടെത്തി സഖ്യസാനു. അങ്ങ് സഖ്യനിരകളിൽ സാനു എന്ന് പറഞ്ഞാൽ എന്താ, അതുക്കും മേലെ അദ്ദേഹം ഇരിക്കുക. അപ്പോൾ അതിനപ്പുറം ഒരു പേര് എവിടെ കണ്ടെത്താൻ? അപ്പോൾ ആ സഖ്യസാനു പുരസ്കാരത്തിലേക്ക് നീങ്ങുകയാണ്. ആദ്യത്തെ സീനിയർ കാറ്റഗറിയിലെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ചെസ് നമ്പർ 187 നിയ നർഗീസ്, അൽ അക്സ പബ്ലിക് സ്കൂൾ, എറണാകുളം. നിയ നർഗീസ് ഈ പുരസ്കാരം നേടിയ ചിത്രങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. തേർഡ് പ്രൈസ് സീനിയർ കാറ്റഗറി ചെസ് നമ്പർ 202, അശ്വതി CS, സെന്റ് തെരേസാസ് CGHSS, എറണാകുളം. ഇരുന്നോളൂ. സെക്കൻഡ് പ്രൈസ് ചെസ് നമ്പർ 242, ദേവൻഷ് ബിനു, ഭാവൻസ് വരുണ. ആളുണ്ടോ ഇവിടെ? ദേവൻഷ് എത്തിയിട്ടില്ല. അടുത്തതാണ് നമ്മുടെ ഏറ്റവും അഭിമാനകരപൂർണമായ പുരസ്കാരം. ഈ പുരസ്കാരത്തിനെല്ലാം എല്ലാ അവാർഡുകൾക്കും ക്യാഷ് പ്രൈസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, മൊമെൻ്റും ഉണ്ട്. എല്ലാ പുരസ്കാരങ്ങൾക്കും ഉണ്ട്, സ്പെഷ്യൽ ജൂറിക്ക് ഒഴികെ. ഫസ്റ്റ് പ്രൈസ് പറഞ്ഞോട്ടെ മാഷേ, പറയട്ടോ. സഖ്യസാനു പുരസ്കാരം. നന്നായിട്ട് കൈയടിക്കണം കേട്ടോ എല്ലാവരും. ശരിക്കും സഖ്യസാനു പുരസ്കാര ജേതാവിനെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. കാരണം മാഷിൻ്റെ ആത്മാവ് മുകളിലിരുന്ന് നമ്മളെ നോക്കി എന്തൊക്കെ പറയുന്നുണ്ട്. ചെസ് നമ്പർ 217, ചൈതന്യ ചന്ദ്രൻ, GHSS, നോർത്ത് പറവൂർ. ഏറ്റവും ധന്യമുഹൂർത്തമാണ് മോളെ. എന്തായാലും എല്ലാവർക്കും കിട്ടിയ പുരസ്കാരം മനോഹരമാണ്. ഒരു സർട്ടിഫിക്കറ്റ് പോലും, സാനുമാഷിൻ്റെ പേരിൽ വാങ്ങുന്ന ഒരു സർട്ടിഫിക്കറ്റ് പോലും നിങ്ങൾക്ക് അഭിമാനകരമായ പുരസ്കാരം തന്നെ. അതിൽ ഏറ്റവും മികച്ചത് നേടിയിരിക്കുന്നു ചൈതന്യ ചന്ദ്രൻ. ചൈതന്യ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കയ്യടിയോടുകൂടി ചൈതന്യ ചന്ദ്രന് ഷാള് ഇട്ട് സ്നേഹാദരവ് നടന്നതിനായി മോനമ്മ ചേച്ചി, ഞങ്ങളുടെ ഫേസ് ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സണാണ്, മോനമ്മ ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വളരെ ധന്യമായൊരു നിമിഷമാണ്. മാഷിൻ്റെ നാമധേയത്തിലുള്ള ആദ്യത്തെ പുരസ്കാരം, സഖ്യസാനു പുരസ്കാരം ചൈതന്യ ചന്ദ്രൻ, നോർത്ത് പറവൂരുകാരി മിടുക്കിക്കുട്ടി വാങ്ങിയിരിക്കുന്നു. ഇത് പറയുമ്പോഴും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വരും വർഷങ്ങളിൽ ഈ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കണം, വർക്ക് ചെയ്യണം. എല്ലാവരും അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കണമെന്നുകൂടി പറയുകയാണ്. എല്ലാ വർഷവും ഇനിയും വരും വർഷങ്ങളിൽ പ്രത്യേകമായി ഹൈസ്കൂൾ തലത്തിലായിരിക്കും ഈ മത്സരം നടത്തുക. പ്രകൃതി അങ്ങനെ തന്നെ ഒപ്പിയെടുത്തു.
പ്രകൃതിയെ അങ്ങനെ തന്നെ ഒപ്പിയെടുത്തു ആ കളറിൽ. അല്ലെങ്കിൽ ഇവിടെയും പരിഗണിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അത് 3-ാം സ്ഥാനത്തേക്ക് അത് മാറ്റി വെക്കേണ്ടി വന്നപ്പോഴാണ് ഞങ്ങളുടെ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ ചോദ്യം വന്നപ്പോൾ പറഞ്ഞത് ഒറിജിനൽ കളറാണ് ആ ആനയിൽ ആഡ് ചെയ്തത് നമ്മുടെ ചൈതന്യ. പുരസ്കാരം എന്തായാലും ലോകം അറിയപ്പെടുന്ന ചിത്രകാരൻ്റെ കയ്യിൽ നിന്ന് തന്നെ, കലാധരൻ മാസ്റ്ററുടെ കയ്യിൽ നിന്ന് തന്നെ അനുഗ്രഹീതമായ ഈ നിമിഷത്തിൽ ചൈതന്യ ചന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. പ്രഥമ സഖ്യസാനു പുരസ്കാരം. സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്ത് ഒന്ന് പിടിക്കുമോളെ. സർട്ടിഫിക്കറ്റ് മറ്റേത് മാറ്റിക്കോളൂ. അത് ക്യാഷ് പ്രൈസാണ് കേട്ടോ. എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട്. പറഞ്ഞു, എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷമേ കുട്ടികൾ ഇവിടെ നിന്ന് മടങ്ങി പോകാവൂ. അതെ, ഈ പ്രൈസിന് 1-ാം സമ്മാനത്തിന് സഖ്യസാനു പുരസ്കാരത്തിൻ്റെ ക്യാഷ് പ്രൈസ് നമുക്ക് സംഭാവന ചെയ്ത് ശ്രീമതി ലിഡ ജാക്കബ് IAS ആണ്. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. മാമിന് ഒരു നല്ല കയ്യടി കൊടുക്കണം. ക്യാഷ് പ്രൈസ് മാമിൻ്റെ സംഭാവനയാണ്. തേർഡ് പ്രൈസ് ദക്ഷ് വിനായക്. സമ്മാനാർഹരായ എല്ലാവരും ഈ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദക്ഷ് വിനായക്, പാർത്ഥവി N അജിത്, ഹിമവരി ഷൈജു, റയാൻ സുബിൻ. ജൂനിയർ കാറ്റഗറിയിലാണ്. അതിൽ തേർഡ് പ്രൈസ് ദക്ഷ് വിനായക്. എല്ലാവരും ഒന്ന് കൈയടിക്കൂ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് അവർക്ക് വേണ്ടത്. ഇപ്പോൾ നല്ലോണം കൈയടിക്കൂ. ജൂനിയർ കാറ്റഗറി തേർഡ് പ്രൈസ് ദക്ഷ്, കൺഗ്രാറ്റുലേഷൻസ്. നെക്സ്റ്റ് ടൈം ഫസ്റ്റ് ലെവലിലേക്ക് എത്താൻ ശ്രമിക്കുക. ഇനിയും വരയ്ക്കണം. ദൈവാനുഗ്രഹം ഉണ്ടാവും. സെക്കൻഡ് പ്രൈസ് പാർത്ഥവി N അജിത്. കൈയടിക്കൂ. കൺഗ്രാറ്റുലേഷൻസ് മോളു. ഫസ്റ്റ് പ്രൈസ് ഹിമവരി ഷൈജു. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ എല്ലാവരും. ഫസ്റ്റ് പ്രൈസ് ആണ് ആ കുട്ടി വാങ്ങിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് മോളു. സ്പെഷ്യൽ ജൂറി അവാർഡാണ് അടുത്തത്. റിയാൻ സുബിൻ. റിയാൻ, വലിയൊരു കൈയടി കൊടുക്കൂ. കൺഗ്രാറ്റുലേഷൻസ് റിയാൻ. നെക്സ്റ്റ് സീനിയർ കാറ്റഗറിയാണ്. കുട്ടികളെല്ലാം സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരിക. അശ്വതി CS, തേർഡ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് ദേവൻഷ് ബിനു. ഫസ്റ്റ് പ്രൈസ് ചൈതന്യ ചന്ദ്രൻ. സ്പെഷ്യൽ ജൂറി അവാർഡ് നിയ നർഗീസ്. തേർഡ് പ്രൈസ് അശ്വതി CS. കൺഗ്രാറ്റുലേഷൻസ്. ക്ലാപ്പ്. സെക്കൻഡ് പ്രൈസ് ദേവാൻഷ് ബിനു എത്തിയിട്ടില്ല. നെക്സ്റ്റ് ഫസ്റ്റ് പ്രൈസ് ചൈതന്യ ചന്ദ്രൻ. ബിഗ് ഹാൻഡ്സ് ടുഗദർ. കൊടുത്തത്. ഓക്കെ. സ്പെഷ്യൽ ജൂറി അവാർഡ് നിയ നർഗീസ്. ക്ലാപ്പ്. എല്ലാവരും ഒന്ന് ഉഷാറായിട്ടിരിക്കുമോ?
സീനിയർ സെക്കൻഡ് പ്രൈസ് നേടിയ കുട്ടി ഇവിടെ എത്തിയിട്ടില്ല. ദേവൻഷ് ബിനു. ആ പ്രൈസ് സ്പോൺസർ ചെയ്തത് ശ്രീമതി മോനമ്മ കൊക്കാട്, ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണ്. ചേച്ചിക്ക് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഇപ്പോൾ ഈ പുരസ്കാരം വാങ്ങിയ എല്ലാ കുട്ടികളും ആ കൗണ്ടറിൽ ചെന്നിട്ട് സൈൻ ചെയ്ത് കൊടുക്കണം, റിസീവ്ഡ് കേട്ടോ. ഇവിടുന്ന് പോയിട്ട് നേരെ ആ ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് ഒപ്പിട്ട് കൊടുക്കണം കേട്ടോ. ആശംസകൾ അർപ്പിക്കുവാനായി മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി പ്രൊഫസർ മോനമ്മ കോക്കാടിനെ വിനയപുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലെ അതിവിശിഷ്ട വ്യക്തിത്വങ്ങളെ, അവാർഡ് ജേതാക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സാനു മാസ്റ്ററിൻ്റെ കുടുംബാംഗങ്ങളെ, കുട്ടികളെ, അഭിനന്ദനത്തിൻ്റെ 3 വലിയ പൂച്ചെണ്ടുകളുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നന്ദിയുടെയും. ആദ്യത്തേത് സാനു മാസ്റ്ററുടെ കുടുംബാംഗങ്ങൾക്കാണ്. നിങ്ങൾ ഏറ്റവും പുണ്യം ചെയ്തവരാണ്. ഈ യുഗം കണ്ട മഹാപ്രതിഭകളിൽ ഒരാളാണ് സാനു മാസ്റ്റർ. ഇതുപോലെ ഒരു അതുല്യ പ്രാഭവമുള്ള വ്യക്തിത്വത്തിൻ്റെ കുടുംബാംഗങ്ങളാകുക എന്ന് പറഞ്ഞാൽ അതിൽ പരമൊരു നേട്ടമില്ല. നിങ്ങൾക്ക് നന്ദിയും അർപ്പിക്കുന്നു. കാരണം ഈ നാടിന് ഇങ്ങനെയൊരു പ്രതിപാദനനെ തന്നതിന് ഞങ്ങളുടെ എല്ലാം അഭിമാനമായിരുന്നു, പുണ്യമായിരുന്നു സാനു മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ദൂരം സഞ്ചരിക്കുവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ സാനു മാസ്റ്ററിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ, ഞാൻ നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്തൊരു വലിയ ഭാഗ്യമാണ് ഇതുപോലെ ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുവാൻ സാധിച്ചല്ലോ എന്ന്. നന്ദി, കടപ്പാട്. ഇനി രണ്ടാമത്തേത്, ഇവിടെ സമ്മാനം കിട്ടിയ കുട്ടികളാണ്. നിങ്ങളും പ്രതിഭാധനരാണ്. നിങ്ങൾക്കും വളരാൻ സാധ്യതയുണ്ട്. ഇതുപോലെയൊക്കെ വലിയ വലിയ വ്യക്തിത്വമായിട്ട് നേട്ടങ്ങളുമായി നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിയനാർഡോ ഡാവിഞ്ചിയോ അല്ലെങ്കിൽ ഒരു പിക്കാസോയോ MF ഹുസൈനോ കലാധരൻ മാസ്റ്ററോ ഒക്കെ ആയിട്ട് വളരാം. നിങ്ങൾ അറിയണം നിങ്ങളുടെ സർഗശക്തി. ഒരിക്കൽ 2 കുട്ടികൾ ആകാശത്തോട്ട് നോക്കിക്കിടക്കുകയായിരുന്നു. ആ നോക്കിക്കിടന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ മേഘം കാണുന്നു. മറ്റേയാൾ പറഞ്ഞു, മേഘവുമുണ്ട്, ഞാനൊരു ആനയെയും കാണുന്നു. ആദ്യത്തെ ആൾ പരിഹസിച്ചു, എവിടെ ആന? പക്ഷേ രണ്ടാമത്തെ കുട്ടി ഒരു കാഴ്ചയ്ക്കപ്പുറം മറ്റൊരു കാഴ്ച കൂടെ കണ്ടു. ഒരു സങ്കല്പത്തിൽ ആനയെ കണ്ടു. അതാണ് മക്കളെ നിങ്ങളും ചെയ്യേണ്ടത്. നിങ്ങൾ കാണുന്ന എല്ലാ കാഴ്ചകൾക്കും അപ്പുറം മറ്റൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പമാണ് നിങ്ങൾക്ക് പുതിയ വഴികൾ കാണിച്ചു തരുന്നത്. ലോകത്തിലെ എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാ വലിയ മഹാന്മാരായ കലാകാരന്മാരും എല്ലാം തുടങ്ങിയത് ചെറിയ സങ്കല്പങ്ങളിൽ നിന്നാണ്. നിങ്ങൾ വഴിമാറി ചിന്തിക്കണം, വഴിമാറി സഞ്ചരിക്കണം. നിങ്ങൾ പഠിക്കുന്നതും കാണുന്നതും വായിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് തരും ഇതുപോലെയുള്ള ഓരോ അവസരങ്ങൾ. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അവസരങ്ങൾ ഉപയോഗിച്ച് വലിയ ഒരു മഹത്വത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ജയം കിട്ടിയവർ മാത്രമല്ല, ഈ മത്സരത്തിൽ പരാജയപ്പെട്ടവരുമുണ്ട്. പക്ഷേ പരാജയമെന്ന് പറയുന്നത് വിജയമാണ്, വിജയത്തിലേക്കുള്ള കാൽവയ്പ്പാണത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ വിജയത്തിലെത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കളോട് ഒരു ചെറിയ സന്ദേശം. നിങ്ങളുടെ മക്കൾ ഓരോരുത്തരും ഓരോ വിത്താണ്. നിങ്ങൾ വിത്തുകൾ വിതറിയാൽ എല്ലാ വിത്തുകളും ഒരുപോലെ വളരില്ല. ഓരോ വിത്തിനും ഓരോ തരത്തിലുള്ള പരിചരണം അറിഞ്ഞു കൊടുക്കണം. കൂടുതൽ വളം കൊടുക്കേണ്ടതിന് കൂടുതൽ വളം കൊടുക്കണം. എന്നാൽ ഒരു ചെടിയുടെയും മൂട്ടിൽ നിങ്ങൾ ഒരിക്കലും തിളച്ച വെള്ളം ഒഴിക്കരുത്. ഞാനിത് പറയുന്നത്
ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയായി കണ്ടിട്ടുള്ള കാഴ്ചകൾ കണ്ണിനെ ഈറനണിയിക്കുന്നത് കൊണ്ട് തന്നെയാണ് മാതാപിതാക്കൾ തന്നെ സൃഷ്ടിക്കുകയും ചെയ്യും, സംഹരിക്കുകയും ചെയ്യും. നിങ്ങളുടെ കുട്ടികൾ 3 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികൾ സാധാരണക്കാരായി സാധാരണ ചോദ്യങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷേ 3ാമത്തെ കുട്ടി ആരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അവനെ നിങ്ങൾ നിഷേധിയായി തള്ളരുത്. കണ്ടറിയുക, മനസ്സിലാക്കുക. അവനാണ് കൂടുതൽ സർഗശക്തിയുള്ളത്. ആ സർഗശക്തി നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ തീർച്ചയായിട്ടും വലിയ സ്ഥാനത്തെത്തും. മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങളുടെ സമയം. നിങ്ങളുടെ സമയം കൊടുക്കുമ്പോൾ, നിങ്ങൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് മാറിക്കഴിയുമ്പോൾ അവരിലുള്ള ഓരോ കഴിവും കണ്ടുപിടിച്ച് അതിനെ വളർത്തി വളർത്തി വലിയ നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ മാതാപിതാക്കൾക്കും. ഇനി 3ാമത്തെ പൂച്ചണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദേവൻജിക്കും ആ ഫേസിനുമാണ് അഭിനന്ദനത്തിൻ്റെയും വലിയ വലിയ നന്ദിയുടെയും പൂച്ചണ്ട്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ എന്നത്. ആ ഈശ്വര പൂജ കഴിഞ്ഞ 15 വർഷമായിട്ട് അതീവ മനോഹരമായിട്ട് സബലമായിട്ട് ശക്തമായിട്ട് നടത്തുന്ന ദേവൻജിയും ടീമും ഞാനും അതിൻ്റെ ഒരു എളിയ ഭാഗമാണ്. അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഇനിയും അനേകം വർഷങ്ങൾ ഈ സഫലമായ യാത്ര തുടരട്ടെ എന്ന് ഇപ്പോൾ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ഫേസ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി മാം, വളരെ അർത്ഥവത്തായ വാക്കുകൾ. അടുത്തതായി അഡ്വക്കേറ്റ് സുനിൽ ഹരീന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ, നമ്മുടെ ഉദ്ഘാടകൻ രാജ്മോഹൻ സാർ, സ്വാഗതം ആശംസിച്ച ശ്രീ KP ശിവദാസ് മാഷ്, ചെയർമാൻ ഫേസ് ഫൗണ്ടേഷൻ്റെ ജസ്റ്റിസ് PN രവീന്ദ്രൻ, ഉദ്ഘാടനം എത്തിച്ചേരാമെന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട MP ഡോക്ടർ ലതാ നായർ, ഈ സദനത്തിൻ്റെ സെക്രട്ടറി ശ്രീമതി MR ഗീത, ഡോക്ടർ മേരി അനിത, ശ്രീ ലാൽപ്രിയൻ, മറ്റ് വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികളെ, കുട്ടികളെ, ഒരു പ്രസംഗത്തിൻ്റെയോ വർത്തമാനത്തിൻ്റെയോ ഒരു സമയമില്ല. നമ്മുടെ ഈ ഒരു സാനുമാഷിൻ്റെ ഇവിടെ ഫേസ് ഫൗണ്ടേഷൻ്റെ പരിപാടിയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. എന്നിരുന്നാലും ഇവിടെ ഉള്ള ആളുകൾ, വേദിയിലുള്ള ആളുകളെല്ലാം വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഉദ്ഘാടകനായ രാജ്മോഹൻ സാറിൻ്റെ എല്ലാം വളരെ റോട്ടറി ഗവർണറായിരുന്ന സമയത്തെല്ലാം വൈപ്പിൻ മണ്ഡലത്തിലെല്ലാം വലിയ പരിപാടികളെല്ലാം, നിരന്തരം പരിപാടികളെല്ലാം സംഘടിപ്പിക്കുകയും വളരെ വലിയ വിജയമാക്കി തീർക്കാനൊക്കെ സഹായിച്ച വ്യക്തി കൂടിയാണ്. അതേപോലെ ദേവൻ ചേട്ടൻ നമ്മളൊരു നാട്ടുകാരനാണ്. അങ്ങനെ മറ്റ് സാനുമാഷിൻ്റെ പരിപാടിയെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ഡിസ്ട്രിക്ട് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ്. സാനുമാഷിൻ്റെ ഉൾപ്പെടെയുള്ള പരിപാടികൾ, ഇപ്പോൾ വായനാ ദിനം, മറ്റ് പരിപാടികൾ, പിന്നെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നിരന്തരം സാനുമാഷിൻ്റെ എല്ലാ പരിപാടികളും എന്നോണം പങ്കെടുത്ത ഭാഗ്യം അല്ലെങ്കിൽ പങ്കെടുത്ത ഒരു എക്സ്പീരിയൻസ് കൂടെ ഉള്ള ഒരാൾ കൂടിയാണ്. സാംസ്കാരികമായാലും യുദ്ധമായാലും ആശംസ ആയാലും ആഘോഷമായാലും എല്ലാ പരിപാടികളും എറണാകുളത്ത് നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമാണ് സാനുമാഷ്. നമുക്കറിയാം, ഓരോരുത്തരും വന്ന് വ്യക്തിപരമായി പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഓരോരുത്തരും പറയേണ്ടതായ അവനവൻ്റെ ഒരു അഭിമാനത്തിന് വേണ്ടി പറയേണ്ട ഒരു പേരാണ് സാനുമാഷ എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. എനിക്കും സാനുമാഷയെ പറ്റി 2 വാക്ക് പറയുമ്പോൾ തന്നെ എനിക്കൊരു നല്ലൊരു ഉണർവ് തോന്നുന്നു എന്നുള്ള രീതിയിൽ എനിക്കും പറയണമെന്നുള്ള ഇതുകൊണ്ടുകൂടി ഞാനും പറയുന്നത്. കാരണം സാനുമാഷയെ പറ്റി എറണാകുളത്തും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കേരളത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. രാഷ്ട്രീയ സാമൂഹ്യ എല്ലാ പശ്ചാത്തലത്തിലും വളരെ വ്യക്തിപരമായ കാഴ്ചപ്പാടോടുകൂടി കടന്നുപോയ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഈ ഒരു സഖ്യ സാനു എന്ന അവാർഡ് ഇവിടെ ഏർപ്പെടുത്തുകയും അതിനോടൊപ്പം തന്നെ ചിത്രരചന മത്സരം ശിശുക്ഷേമ സമിതിയുടെയും ഫേസ് ഫൗണ്ടേഷൻ്റെയും ആഭിമുഖ്യത്തിലാണ് ചിൽഡ്രൻസ് പാർക്കിൽ വെച്ചാണ് ഇത് നടന്നത്. ശിശുക്ഷേമ സമിതി അല്ലാതെയും ക്ലിൻറ്റ് സ്മാരക ചിത്രരചന മത്സരം എന്ന് പറഞ്ഞ് ജില്ലാടിസ്ഥാനത്തിൽ
സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒരു ദിവസം ഒരേ സമയം ഇവിടെ ചിത്രരചന മത്സരം നടത്താറുണ്ട്. നമുക്കിനിയും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ കലാധര മാഷിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ദേവൻ ചേട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഒരുമിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ, ഇങ്ങനെ കലാപരമായ രീതിയിലെല്ലാം പ്രോത്സാഹിപ്പിക്കാം കാര്യങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ആ ഒരു ക്ലിൻറ്റ് ചിത്രരചന മത്സരമെല്ലാം വളരെ നല്ല രീതിയിലെല്ലാം ഇപ്പോൾ ചവറ കൾച്ചറൽ സെൻറ്ററിലെല്ലാം നിരന്തരം നടത്തി പോരുന്നൊരു പരിപാടി കൂടിയാണ്. സാനുമാഷാണ് അതിൻ്റെ എല്ലാ ഉപദേശകൻ. ആ സമയത്തായാലും വായനാ മത്സരം, എല്ലാ വർഷവും വായനാ മത്സരം, പുസ്തക വായനാ മത്സരം എല്ലാം സാനുമാഷിൻ്റെ ഒപ്പം കൂടിച്ചേർന്നുകൊണ്ട് നടത്തി പോരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടി ഇവിടെ നടത്തുകയും നേരത്തെ ഇവിടെ ടീച്ചർ പ്രൊഫസർ പറഞ്ഞ പോലെ എല്ലാ കുട്ടികളും പങ്കെടുത്തു. എല്ലാവരും പങ്കെടുത്തുകൊണ്ടാണ് ഒരാൾക്ക്, രണ്ടാൾക്ക്, മൂന്നാമത്തെ ആൾക്കൊക്കെ പ്രൈസ് കിട്ടിയത്. ഒരാൾ പങ്കെടുത്താൽ ആ വഴി പോവും. എല്ലാവരും കൂടെ പങ്കെടുത്ത കാരണമാണ് ഓരോരുത്തർക്കും കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മളും കൂടെ പങ്കെടുത്ത കാരണമാണ് അവർക്കും കിട്ടിയത് എന്നുള്ള ഒരു ജനാധിപത്യം നമുക്കതിലുണ്ടാവണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് കാണേണ്ടത്. അപ്പോൾ ഇനിയും നമുക്ക് വരയ്ക്കാം, അതിനൊപ്പം വളരാം. നേരത്തെ കലാധര മാഷ് പറഞ്ഞ പോലെ ഇപ്പോൾ ഏതൊരു പഠിത്തത്തിനും അല്ലെങ്കിൽ ഏതൊരു വിദ്യാഭ്യാസ മേഖലകളിലും വര ഒരു അത്യാവശ്യ ഘടകമാണ്. ഇപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്താലും ശരി, മെക്കാനിക്കൽ എടുത്താലും ശരി, മാത്തമാറ്റിക്സ് എടുത്താലും ശരി, ഏത് വിഭാഗം എടുത്താലും അതിൽ വരയ്ക്കുക എന്നുള്ളൊരു ഘടകമുണ്ട്. അപ്പോൾ അത് ഭംഗിയായിട്ട് വരയ്ക്കുക എന്നുള്ളത് മാർക്ക് നേടാൻ വേണ്ടിയിട്ടുള്ളതും അത് കലാപരമായി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായതിനാൽ കുട്ടികളെ ആ ഒരു അർത്ഥത്തിലും നല്ല രീതിയിൽ കലാപരമായ ഡ്രോയിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രക്ഷിതാക്കളുടെ എല്ലാം ശ്രദ്ധ വളരെ കൂടുതലായിട്ട് വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു നല്ല പരിപാടിക്ക് ആശംസ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഒരു ചെറിയ കാര്യം കൂടി ഒന്ന് ഞാൻ വിട്ടുപോയതാണ്, പറഞ്ഞോട്ടെ. ഈ മത്സരം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ പല സ്ഥലങ്ങളും ഞങ്ങൾ ആലോചിച്ച് വന്നപ്പോൾ എന്തായാലും ശിശുക്ഷേമ സമിതിയുടെ ആ ഒരു സ്ഥലം നമുക്ക് വിട്ടുതരുമെന്ന് ചോദിക്കാം. സത്യത്തിന് ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചപ്പോൾ തന്നെ ആദ്യത്തെ ഉത്തരം റെഡി എന്നായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. മറ്റൊരു സ്ഥലത്ത് ഇതുപോലെയൊക്കെ ഒരു മത്സരം കൊണ്ട് സംഘടിപ്പിക്കുന്ന മഴക്കാലമാണ്, നല്ല പൈസ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഫേസ് ഫൗണ്ടേഷൻ സ്വല്പം വിഷമത്തിൽ, കേരളത്തിലെ KSRTC പോലെ പോയിക്കൊണ്ടിരിക്കണേ. ശമ്പളം വല്ലപ്പോഴും കൊടുക്കും, പാചകക്കാർക്കൊക്കെ ശമ്പളം 2 മാസം കൂടുമ്പോഴൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന ഒരു സ്ഥാപനമാണ്, വലിയ സമ്പത്തൊന്നുള്ള സ്ഥാപനമല്ല. അപ്പോൾ ഞങ്ങൾക്ക് ആശങ്കയായിരുന്നു ഇവിടെ നടത്തും. പക്ഷേ എറണാകുളം ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറിയുടെ ഇടപെടൽ സത്യത്തിന് ഞങ്ങളെ ഞെട്ടിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല. ഒരു വെറുതെ നമ്മൾ ഈ സൂപ്പർ ഫാസ്റ്റിന് കൈ കാണിക്കുന്ന പോലെ നിർത്തില്ലെന്നറിയാം, എങ്ങാനും നിർത്തിയെങ്കിലോ എന്ന് വിചാരിച്ച് കൈ കാണിച്ചതാണ്. പക്ഷേ അദ്ദേഹം തന്ന പിന്തുണ വിലമതിക്കാനാകാത്തതായിരുന്നു. ഈ അവസരത്തിൽ ഫേസ് ഫൗണ്ടേഷൻ്റെ എല്ലാവിധമായ നന്ദി കൂടി ഞാൻ സെക്രട്ടറി, പിന്നെ ഫേസ് ഫൗണ്ടേഷൻ പ്രസിഡൻ്റ് എന്ന രീതിയിൽ പറയുകയാണ് സെക്രട്ടറിക്ക്. അദ്ദേഹം എല്ലാ കാര്യത്തിനും ഒപ്പം നിന്നു സഹകരിച്ചു. ശിശുക്ഷേമ സമിതിയുടെ പിന്തുണ ഞങ്ങൾക്ക് ഒത്തിരി മുന്നോട്ട് പോകാനുള്ള നല്ല പ്രചോദനമൊക്കെ അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടി എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അടുത്തതായി ഡോക്ടർ ലത നായർ മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സർട്ടിഫിക്കറ്റുകൾ ഇതിന് കൂടെ വാങ്ങിച്ചോട്ടല്ലേ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക്? അതോ ഇതൂടെ കഴിഞ്ഞിട്ട് മതിയല്ലേ? ഇതൂടെ കഴിഞ്ഞിട്ട് മതി. എല്ലാവർക്കും, വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രണാമം. എന്നെ സംബന്ധിച്ചിടത്തോളം സാനുമാഷ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ആത്മാവിൽ അലിഞ്ഞ് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. മാഷെ ഇങ്ങനെ ഒരു ചിത്രമായി കാണാൻ ഒരു പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം. 10 വയസ്സ് പ്രായമുള്ളപ്പോൾ തൊട്ട് എൻ്റെ ജീവിതത്തിൽ കേട്ടു തുടങ്ങിയ ഒരു പേരാണ് സാനു. സാനുമാഷും ഞാനുമായുള്ള ബന്ധം എൻ്റെ അച്ഛനിലൂടെയാണ്. അച്ഛൻ ആലപ്പുഴ ഡിസ്ട്രിക്ട് കോർട്ടിൽ ആയിരുന്നു. വളരെ 10 വയസ്സുള്ളപ്പോൾ തൊട്ട് അച്ഛൻ പറയുന്ന
ഒരു വ്യക്തിയാണ്. സാനുമാഷെ പോലെ നല്ലൊരു അധ്യാപികയായി നിന്നെ കാണണം, സാനുവിനെ പോലെ എന്നാണ്. സാനുമാഷ് എന്നുള്ളത് പറയില്ല. സാനുവിനെ പോലെ ഒരു നല്ല അധ്യാപികയാവണം നീ. പക്ഷെ അന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം, കൊച്ചുകുട്ടികൾ ഇവിടെയുണ്ട്. പല ആഗ്രഹങ്ങളാണ് നമുക്ക്. സാനുമാഷെ പേര് കേട്ടതല്ലാതെ മാഷെ എനിക്ക് അറിയുന്നുണ്ടായില്ല. സെൻറ്റ് റിസേഴ്സിൽ പഠനത്തിന് ചേർന്നു. അതിനുശേഷം അധ്യാപികയായി ചേർന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, സാനുവിനെ ഒന്ന് പോയി കണ്ടുവരൂ എന്ന്. അച്ഛൻ അധികം നാളുണ്ടായില്ല, പക്ഷെ അന്ന് തുടങ്ങിയ ആ ബന്ധം അതൊരു വളരെ നിമിത്തമായിരിക്കാം. സാനുമാഷിൻ്റെ കുടുംബവും എന്നെ വളരെ സ്നേഹത്തോടെ തന്നെ സാനുമാഷ് മക്കളും പിന്നെ കൊച്ചുമക്കളുമായിട്ടും മരുമകൻ ഡോക്ടർ പ്രശാന്ത് സാറുമായിട്ടും വളരെ ഒരു ആത്മബന്ധം തന്നെയാണ് എനിക്കുള്ളത്. സഹ്യസാനു എന്ന പേര് കണ്ടപ്പോൾ ശിവദാസ് സാർ എന്നെ വിളിച്ചപ്പോൾ എനിക്കിത് അറിയില്ലെന്ന് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ഞാൻ വരുന്നില്ല എന്ന് പറയാമെന്ന്. പക്ഷേ സഹ്യസാനു മാഷ്ടെ പേരിലുള്ള ഒരു പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ വന്നില്ലെങ്കിൽ മാഷൊന്നും ഒരു പിണക്കവും കാണിക്കുന്ന ഒരാളല്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഒരു ക്രൈസ്തവ ആദർശമുണ്ട്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ എം ഗോഡ് എന്ന്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ സ്റ്റിൽനെസ്, അത് നമുക്കെല്ലാം കുഞ്ഞുങ്ങൾക്കും മനസ്സിലാവും. നിങ്ങളുടെ ആ സ്റ്റിൽനെസ്സിൽ നിന്നാണ് നിങ്ങൾ ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ഞാൻ ഓരോ ചിത്രവും നോക്കുകയായിരുന്നു. അത് ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ മാഷക്ക് ദേഷ്യം വന്നാൽ പോലും ഡിസഗ്രിമെൻ്റ് ഉണ്ടായാൽ പോലും ആ ഒരു സ്റ്റിൽനെസ് ഏറ്റവും കൂടുതൽ ഒരു സ്വന്തം ജീവിതത്തിൽ ആത്മത്തിലൂടെ നമ്മളിലേക്ക് പകർന്നു തരുന്ന സഹ്യനാണോ സൂര്യനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സഹ്യനുമാണ് സൂര്യനുമാണ്. സഹ്യസാനു എന്ന പേര് ചൂസ് ചെയ്തത് അതിൻ്റെ പേരിൽ തന്നെ ഒരു ദർശനമുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമുക്കിപ്പം മഴക്കാലമല്ലേ, മഴയല്ലേ. ഈ മഴ വരുന്നത് സഹ്യനിൽ നിന്നാണ്. സഹ്യ പർവ്വത നിരകൾ കേരളത്തിലെ വെറും മലനിരകളല്ല, അവയാണ് നമ്മുടെ മഴയുടെ കാവൽക്കാർ. അറബിക്കടലിൽ നിന്ന് ഉയരുന്ന മേഘങ്ങളെ ചേർത്ത് പിടിച്ച് അവയെ മഴയായി പെയ്യിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നത് സഹ്യാദ്രിയാണ്. സാനുമാഷ് എനിക്കെപ്പോഴും മലയും മഴയും വെളിച്ചവും തണുപ്പും എല്ലാമായിരുന്നു. പലപ്പോഴും മാഷിയുടെ സാഹിത്യത്തിലെയും അല്ലാതെയുള്ള കോൺട്രിബ്യൂഷനെ പറ്റിയും എല്ലാം ഇവിടെ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ ഇത്രയധികം സ്നേഹിക്കുന്ന, നമ്മുടെ പരിസ്ഥിതിയെ ഇത്രയധികം ഉള്ളിലോട്ട് ചേർത്ത് പിടിച്ച ഒരു വലിയ ഹൃദയത്തിന് ഉടമയായിരുന്നു മാഷ്. അത് എനിക്ക് തോന്നുന്നത് സാറൊരു വ്യക്തിയല്ല, മാഷൊരു വ്യക്തിയല്ല, അനേകർക്ക് എന്നുവെച്ചാൽ ഒരു ഹൈറാർക്കിയൊന്നുമില്ല മാഷ്ക്ക് ആരാണേലും. എനിക്കറിയില്ല, ദേഷ്യം ഒരിക്കലും ഞാൻ ദേഷ്യപ്പെട്ട് മാഷെ കണ്ടിട്ടില്ല, ദേഷ്യം ഉള്ളിലുണ്ടെങ്കിലും. പക്ഷേ അത് സഹനമായിരുന്നില്ല, ഉറച്ച നിലപാടുകളുള്ള ഒരു വ്യക്തിത്വവുമായിരുന്നു. ആരുടെയും മുഖം നോക്കാതെ മൂല്യങ്ങളെ ചേർത്ത് പിടിച്ച് അതിനെതിരെ ശബ്ദമുയർത്തണമെങ്കിൽ വളരെ വേണ്ടുന്ന വാക്കുകൾ ഉപയോഗിച്ച്, ഞങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് പറയും ന്യൂട്രൽ ലാംഗ്വേജിൻ്റെ പവർ, അത് ഏറ്റവും കൂടുതൽ അവനവൻ്റെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച ഒരു വ്യക്തിയാണ്. ഇനി എൻ്റെ കുഞ്ഞുങ്ങളോട് ഇവിടെ കണ്ടപ്പോൾ എൻ്റെ അമ്മ പടം വരയ്ക്കാൻ പഠിക്കാത്ത ഒരു ചിത്രകാരിയായിരുന്നു. പെയിൻറ്റിംഗ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് നമുക്ക് ഈ മുറി പെയിൻറ്റ് ചെയ്യാം, വാൾസ് പെയിൻറ്റ് ചെയ്യാം, പക്ഷെ മലയാളത്തിൽ ചിത്രരചന എന്നാണ്. നിങ്ങൾ ഓരോരുത്തരും
ഞാൻ ഇംഗ്ലീഷിൽ പറയുകയാണ്, യു ഹാവ് റിസീവ്ഡ് സം സ്പെഷ്യൽ സ്ട്രോക്സ് ഫ്രം ദ ക്രിയേറ്റർ. നിങ്ങൾ വരയ്ക്കുമ്പോൾ പിന്നിപ്പം നമ്മൾ ഈ പെയിൻറ്റിങ് എന്നുള്ളത് ചിലപ്പം നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം പ്രൊഫഷൻ ആവില്ല. എന്നെപ്പോലെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഒരു അധ്യാപികയായത്. പക്ഷേ എൻ്റെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, നല്ലോണം രവിവർമ്മ ചിത്രങ്ങളെ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന എൻ്റെ അമ്മയ്ക്ക് ബുക്കുകൾ വാങ്ങിക്കുമായിരുന്നു. അമ്മ അസലായിട്ട് പെയിൻറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്കൊരു വട്ടം പോലും മര്യാദയ്ക്ക് വരയ്ക്കാൻ അറിയില്ല. പക്ഷേ പെയിൻറ്റിങ്ങിനെ പറ്റി എനിക്ക് ആദ്യ പാഠങ്ങൾ തിയറി പഠിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ തിയറി പഠിപ്പിക്കുമ്പോൾ മാഷാണ് എനിക്ക് പറഞ്ഞു തന്നത്, പെയിൻറ്റിങ്ങിനെ പറ്റി നന്നായി പഠിച്ചാൽ മാത്രമേ തിയറി കുട്ടികൾ മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ഇത് നന്നായി പഠിച്ചാൽ, പെയിൻറ്റിങ്ങിനെ പറ്റി വായിച്ച് മനസ്സിലാക്കിയാലേ ലതയ്ക്ക് തിയറി കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു തന്നതും മാഷ തന്നെയാണ്. ഇനി നിങ്ങൾ എനിക്കറിയാം നിങ്ങളെല്ലാവരും ക്ഷീണിതരായിരിക്കുന്നു എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, ഒരു കുഞ്ഞ് കവിത നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്. നിങ്ങൾ ഇന്നിവിടെ ചെയ്തത്, ഞങ്ങളൊക്കെ ഒരു പൂവ് കണ്ടാൽ അത് പൂവാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന കലാധരൻ മാഷും ദേവമാഷുമൊക്കെ അങ്ങനെയുള്ള വ്യക്തികളല്ല. നിങ്ങളും അങ്ങനെയുള്ള വ്യക്തിയല്ല. ഒരു പൂവ് കണ്ടോ ഒരു മരം കണ്ടോ എന്ന് ചോദിക്കുന്നതിനപ്പുറം നിങ്ങൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. നിങ്ങളുടെ ഓരോ നിറങ്ങൾക്കും ഒരു പ്രത്യേക തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഗീതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ലിറ്ററേച്ചറിലും അത് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. എന്താ വെച്ചാൽ വേൾഡ് ഇസ് മൂവിങ് സോ ഫാസ്റ്റ്, നമുക്കൊന്നിനും സമയമില്ല. ആൻഡ് മനുഷ്യൻ്റെ ഇൻ്റലിജൻസും അത്രയും ഫാസ്റ്റായിട്ടാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വന്നു. നിങ്ങൾ കാണാമല്ലോ, ഒരു ചിത്രം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒന്ന് കുത്തിയാൽ നിങ്ങൾക്ക് നിറവും ആനയുടെ കളറ് കറക്റ്റായിട്ട് ഗ്രേഡ് വരെയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടൂൾസ് നിങ്ങൾക്കുണ്ട്. എന്നാലും നിങ്ങളുടെ ചിത്രങ്ങൾ പറയും, ഒന്ന് നിൽക്കൂ, ഞങ്ങൾ വരച്ച ആനകളെ കാണൂ, ഞങ്ങൾ പുരട്ടിയ ചായം കാണൂ എന്ന് പറയുന്നതിൽ ഒരു സന്തോഷമുണ്ട്. ഇന്നിവിടെ എല്ലാം സഹിച്ച് നമ്മൾ ഇരിക്കുമ്പോഴും ഈ ചിത്രങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് തോന്നുന്നത്. 1-ാം തീയതി സ്കൂൾ തുറക്കുകയല്ലേ അല്ലേ? സ്കൂൾ തുറക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 വരി കവിതയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കാരണം സാനുമാഷയെ പറ്റി പറയാൻ തുടങ്ങിയാൽ എനിക്കത് ഒരു വ്യക്തിയല്ല, ഒരു വല്ലാത്ത ഇമോഷൻ തന്നെയാണ്. ഞാൻ ഈ കവിത തമിഴച്ചി തങ്കപാണ്ഡ്യൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുമോ? തമിഴച്ചി തങ്കപാണ്ഡ്യൻ എന്ന് പറഞ്ഞ് DMK-യുടെ സിറ്റിംഗ് സെൻട്രൽ MP ആണ്. വളരെ സുന്ദരിയായ ഒരു സ്ത്രീയാണ്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. മാമിൻ്റെ 2 കവിതകൾ, ഒരു കവിതാ സമാഹാരം ഇറക്കിയിരുന്നു. അതിൽ ഈ മഴക്കവിതകൾ, ഇപ്പം മഴയാണ്, നിങ്ങൾ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു, ഈ എല്ലാ ചിത്രത്തിനും ഇലസ്ട്രേഷനുണ്ട്, കവിതകൾക്ക് ഇപ്പോൾ ഇലസ്ട്രേഷനുണ്ട്. നിങ്ങൾ കുട്ടികൾക്കും ആ ഒരു ഭാഗ്യം, ഈ ഇലസ്ട്രേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യുന്ന കാര്യമല്ല, പറ്റുന്ന കാര്യമല്ല. ഈ കുഞ്ഞി കവിതയിൽ ആ പടം ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്ന് അതിനൊരു അവസരമാണ്, ഞാൻ ഈ കവിത ചൊല്ലും. 2 വരിയേ ഉള്ളൂ. ജൂൺ 1-ന് സ്കൂൾ തുറക്കുമ്പം മഴയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അഥവാ മഴയല്ലെങ്കിലും നിങ്ങളുടെ കയ്യിലൊരു കുഞ്ഞു കുട കൊണ്ടുപോവില്ലേ? അപ്പോൾ ആ കവിത കാണുമ്പോൾ അല്ലെങ്കിൽ ആ കുട എടുത്തു വയ്ക്കുമ്പോൾ ഈ കവിതയും ഓർക്കണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇനി കവിത പറയാം, ശ്രദ്ധിക്കുമോ? കക്ഷത്തിൽ ഇറുക്കി വെച്ചാലും മഴയെ കണ്ടപാടെ മുഖം വിടർന്ന് തുള്ളിച്ചാടുന്ന കുടക്കുഞ്ഞ്. മനസ്സിലായോ? കക്ഷത്തിൽ ഇറുക്കി വെച്ചാലും മഴയെ കാണുമ്പോൾ മുഖം വിടർന്ന് തുള്ളിച്ചാടുന്ന കുടക്കുഞ്ഞ്. കുട കരുതുമ്പോൾ ഒരു പിടി സ്നേഹത്തോടെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ഓർത്ത്
ഒരു നല്ല കൊല്ലം നിങ്ങൾക്ക് തുടങ്ങട്ടെ എന്ന ആശംസയോടെ സാനുമാഷിയുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. ഒരു ജനറേഷൻ, 3rd ജനറേഷൻ ഗായത്രി, ഡോക്ടർ ഗായത്രി ഇവിടെയുണ്ട്, അമ്മ, എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. എനിക്കും അറിയില്ല, എനിക്ക് അവരോട് ഞാൻ അവരെ സാനുമാഷെ മിസ് ചെയ്യുന്ന അത്രയും ഞാൻ മിസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത്രയും തന്നെ ഞാൻ മാഷെ മിസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഡോക്യുമെൻ്ററി കാണാൻ ഇടയാവട്ടെ എന്ന പ്രാർത്ഥനയോടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവട്ടെ മാഷെ എങ്ങനെയൊരു വ്യക്തിത്വമായിരുന്നു എന്ന് ആ ഒരു പ്രാർത്ഥനയോടെ ഇത് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. നന്ദി മാം. കലാധരൻ മാസ്റ്റർ. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, അത് ആവർത്തിക്കണ്ട. ഒന്ന് കൈബന്ധിച്ച് കുട്ടികളെല്ലാം. അങ്ങനെയല്ല, കൈ രണ്ടും ഫോണോ വളയോ ഒക്കെ താഴെ വയ്ക്കുക. അമ്മമാർക്കും അച്ഛനമാർക്കും ഒക്കെ ചെയ്യാട്ടോ. അത് ഒന്നാം ഭാഗമാണോ? ഒരടി ഇവിടെ ശ്രദ്ധിക്കണു. ഒരടി അടിച്ച് കൈ കൊട്ടുക എന്ന് അറിയില്ലേ? അടിക്കേ, അടിക്കുമ്പോഴേ അടിക്കാത്തപ്പോൾ അടിക്കരുത്. ഇത് ചായ കുടിച്ചിട്ടില്ല അല്ലേ കുട്ടികൾ? അടിക്കേ, അല്ലെങ്കിൽ അത് അടുപ്പിച്ചിട്ടേ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് വരുള്ളൂ. അടിക്കേ, പോരാ. ഇത് അവിടെയൊന്നും കേൾക്കണില്ല ശബ്ദം. കൈ അടിക്കുമ്പോൾ കൈ അടിക്കണം. എന്തിനാ അടിച്ച്? ഒന്നുകൂടി. അപ്പം ഇതാണ് ആദ്യം വേണ്ടത്, ശ്രദ്ധ. നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അടുത്തിരിക്കുന്ന ആളെങ്ങനെയാണ്, മുടി എങ്ങനെയാണ്, അത് നിങ്ങൾക്ക് ഈ പ്രായത്തിലേ പറ്റുള്ളൂ. കുറേ വലുതായിട്ട് നോക്കാൻ തുടങ്ങിയാൽ സമ്മതിക്കില്ല ആളുകൾ. അടുത്ത് കാണുന്ന പൂവിനെ ശ്രദ്ധിക്കണം, കിളികളെ ശ്രദ്ധിക്കണം, ഇരിക്കണ മുറി ഇത് നോക്കൂ. ഇതിന്ന് പോയിട്ട് ഓർമ്മയിൽ വരയ്ക്കാൻ പറ്റുമോ? എത്ര തൂണുണ്ട്, അവിടെ ആരുടെയൊക്കെ പോർട്രേറ്റ് ഉണ്ട്. അപ്പം അതൊരു ശീലമാക്കണം. ഒന്നുകൂടി അടിക്കാം. അടിക്കുന്നില്ല എന്ന് കരുതിയിട്ട് ചിലർ കുറഞ്ഞു വന്നാണോ? ഒന്നുകൂടി നോക്കാം. ഞാൻ അടിക്കണ്ട്, അവിടെ കുറഞ്ഞു. എന്നെ കാണുന്നില്ല ഒരു തടിമാടെ മുമ്പിൽ നിന്നിട്ട്. അപ്പം ഇത് പല ജാതിയുണ്ട്. 1 1 2 1 1 2 അടിച്ചേ. ഇപ്പം ഇത്രയും കുട്ടികൾ സമ്മാനം മേടിച്ചിട്ട് ആരാ കൈയടിക്കണ്ടായേ? തൻ്റെ മോനല്ല മോൾക്കല്ലെങ്കിലും മറ്റുള്ളവർക്കും അടിക്കാമല്ലോ. അതാണ് പ്രോത്സാഹനം. നമ്മൾ നന്നായിട്ട് പാടുന്നൊരു കുട്ടിയെ, വരയ്ക്കുന്ന ഒരു കുട്ടിയെ കണ്ടാൽ നന്നായിട്ടുണ്ടെന്ന് ഒരു വാക്ക് പറഞ്ഞ് നമുക്ക് നഷ്ടം എന്താ? ഒന്നുമില്ല. അത് നിങ്ങൾ ശീലമാക്കണം. ആ വാക്ക് കേൾക്കുമ്പോൾ അവർക്കും പ്രചോദനം ഉണ്ടാവും. ഇപ്പം ഞാൻ ആ ബെസ്റ്റ് കിട്ടിയത് അവിടെ കുറേ ശ്രദ്ധിച്ച് കണ്ടു. ഇങ്ങോട്ട് വന്നപ്പോൾ ഏതാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അതെനിക്ക് ഓരോ കുട്ടികളെ ഏതൊക്കെയാണ് വരച്ചതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. പക്ഷെ അതിന് സമയം അനുവദിക്കില്ല. മത്സരങ്ങളിൽ പോവുക, പങ്കെടുക്കുക, സമ്മാനം കിട്ടുമോ കിട്ടില്ല എന്നുള്ള വേറെ കാര്യം. അപ്പം അതിലേക്കും വരരുത് ശ്രദ്ധ. ഇപ്പം ഇവർ അത്യാവശ്യം ബ്രഷ് മേടിക്കാനും കളർ മേടിക്കാനുള്ള കാശ് വെച്ചിട്ടുണ്ട് ഇല്ലേ ശിവൻ? അപ്പം നിങ്ങൾ അത് ആ കാര്യത്തിന് തന്നെ ഉപയോഗിക്കുക. മാലയോ വളയോ പൊട്ടോ വാച്ചോ ഒക്കെ അച്ഛനും അമ്മയും മേടിച്ചു തരും. ഇല്ലെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കുക. എനിക്ക് ജീവിതത്തിൽ കുറേ വാച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ അസൗകര്യം കൊണ്ട് ഉപയോഗിക്കാതിരുന്നേക്കാണ്. അന്ന് ഞാൻ പറഞ്ഞു, ശരിക്ക് എനിക്ക് വേണേ ശിശുക്ഷേമ സമിതിയിലാണ് പറഞ്ഞത്, വർക്ക്ഷോപ്പുകളാണ് ഇതിനാവശ്യം. ഒരു സെക്ഷനോ മറ്റേ എനിക്ക് പറ്റുള്ളൂ. പക്ഷെ അത് ഇപ്പം ഇവർ നോക്കിയ 2 ആളുകൾ നല്ല ആർട്ടിസ്റ്റുകളാണ്. എറണാകുളത്ത്
വാട്ടർ കളർ ഏറ്റവും നന്നായിട്ട് ഒരു കാലഘട്ടത്തിൽ ചെയ്ത ആളാണ് നന്ദമാഷ്. സുനിൽ നന്ദമാഷ് അടുത്തുണ്ടായിരുന്നതാണ്. സുനിലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അന്ന് അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു ആ തുടക്ക ദിവസം. ഇത് ടെക്നിക്ക് ഇപ്പം നിങ്ങൾക്ക് വാങ്ങുന്ന കളർ തന്നെയാണ് ഞങ്ങൾ വാങ്ങണം. അപ്പോൾ ബ്രഷ് പലയാതി ഉപയോഗിക്കാം. പേപ്പർ ഇപ്പം നിങ്ങൾ ഈ മേഘമൊക്കെ വരയ്ക്കാൻ കഷ്ടപ്പെടുന്നതിൻ്റെ ആവശ്യമില്ല. ആദ്യം ആ ഭാഗം മാത്രം ഇത്തിരി വെള്ളം നനയ്ക്കുക. അപ്പം തന്നെ വേറെ കളർ വെച്ചാൽ സ്പ്രെഡ് ചെയ്ത് പോകും. 1 സെക്കൻഡ് 2 സെക്കൻഡ് 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ കളർ വയ്ക്കുമ്പോൾ അത് നല്ല രസമായിട്ട് സ്പ്രെഡ് ചെയ്യും. അതൊക്കെയാണ് സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് വർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുക. അപ്പം അങ്ങനെയുള്ള ഡെമോൺസ്ട്രേഷൻ പലയിടത്തും നടക്കുന്നുണ്ട്. അത് ചിലർ ഭയങ്കര ഫാസ്റ്റായിട്ട് ഡാർക്ക് കളർ ആദ്യം വയ്ക്കും ഓയിലൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത്. പിന്നീടാണ് ലൈറ്റാക്കി കൊണ്ടുവന്നിട്ട് കവിള് കൊടുത്ത കവിളാവും. പക്ഷെ ആ ആദ്യം ഇട്ട കളറ് അത് ആവശ്യമാണ്. പക്ഷെ ഇപ്പം കിട്ടുന്ന വാട്ടർ കളറ് നല്ല കമ്പനി മേടിക്കുക, അതായത് ആർട്ടിസ്റ്റ് ക്വാളിറ്റി. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റ് പല കളറുകളും അത്രയും ബ്രൈറ്റ് ആവില്ല, കവറേജ് കിട്ടില്ല. ബ്രഷ് തന്നെ പലയാതിയുണ്ട്. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരുന്നത് അണ്ണാൻ്റെ വാല. ഇപ്പോൾ ആ ബ്രഷ് ഇല്ല. അണ്ണാനെ പിടിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. പക്ഷെ ചില രാജ്യത്ത് കിട്ടുന്നുണ്ട്. പിന്നെ പേപ്പറുകൾ പല വെറൈറ്റി ഉണ്ട്. കട്ടിയുള്ള പേപ്പർ, ഖാദി ഭവനൊക്കെ ഹാൻഡ് മെയ്ഡ് ഇറക്കുന്നുണ്ട്. വാട്ടർ കളർ മതി തുടക്കത്തിൽ. കുറച്ച് കഴിഞ്ഞാൽ ഇത് അക്രലിക് ഉപയോഗിക്കാം. അക്രലിക്കിനുള്ള പ്രത്യേകത, അക്രലിക്കും വാട്ടർ കളർ പോലെ വെള്ളം ചേർത്താൽ നന്നായിട്ട് ഇത്തരം വാഷുകൾ കൊണ്ടുവരാൻ പറ്റും. അപ്പം മീഡിയത്തിനൊരു പഞ്ഞമില്ല. ഇഷ്ടംപോലെ മെറ്റീരിയൽ ഉണ്ട്. ആവശ്യമില്ലാതെ ഭയങ്കര വില കൂടിയ പേപ്പർ മേടിക്കണ്ട. 1500 രൂപയുടെയൊക്കെയാണ് ഷീറ്റുകളുണ്ട്, 5000 രൂപയുടെ ഷീറ്റുണ്ട്. ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള വലിയ ആളുകൾ വിൽക്കും എന്നുള്ള വിശ്വാസമുള്ളവർ അതൊക്കെ മേടിച്ച് വർക്ക് ചെയ്യണം. അപ്പം അത് തുടക്കത്തിൽ ആവശ്യമില്ല. പിന്നെ ഇത് പലപ്പോഴും ബ്രോഡ്വേ പോയാൽ വലിയ ഷീറ്റ് കിട്ടും, അത് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു ദിവസം ഒരു സ്കെച്ച് നിങ്ങൾ ചെയ്തിട്ട് ഉറങ്ങുക. അപ്പം 365 ദിവസത്തിൽ എത്രയായി? 300 ചെയ്യാൻ പറ്റില്ലേ എന്തെങ്കിലും യാത്ര. അപ്പം എന്നും വരയ്ക്കുക. നമ്മൾ എല്ലാ ദിവസവും 4 നേരം ഭക്ഷണം കഴിക്കണം. ഞാനൊക്കെ 5 നേരം ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന പോലെ, ഉറങ്ങുന്ന പോലെ, പഠിക്കുന്ന പോലെ ഒരു ആവശ്യമായിട്ട് മാറണം. ചുറ്റുപാടും ശ്രദ്ധിക്കുക. ഇനി ഞാൻ ചെയ്യിക്കുന്നില്ല, വിദ്യകളുണ്ട് കയ്യിൽ. എല്ലാവരും മിടുക്കന്മാരും മിടുക്കുകളായിട്ട് വരണം. ഇപ്പോൾ ഈ സാനി മാഷയൊക്കെ നിങ്ങൾക്ക് അറിയില്ല. മാഷ എപ്പോൾ എക്സിബിഷൻ ഉണ്ടെങ്കിലും കയറി വരുന്ന ഒരാളാണ്. മാഷ വീടിൻ്റെ അടുത്താണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അവസാന കാലത്ത് ദർബാർ ഹാളിൽ നടക്കാൻ പോവുമായിരുന്നു. VR കൃഷ്ണയ്യരും സാനുമാഷും ഡോക്ടർ രാമേന്ദ്രൻ, CK രാമേന്ദ്രൻ. മാഷ് പലപ്പോഴും ഇപ്പോൾ വർത്തമാനം പറഞ്ഞു ഇവരെല്ലാവരും ആ ഗാലറി കയറുമായിരുന്നു. അത് കണ്ടി ശീലിക്കുക. അതിനൊരു വാക്കുണ്ട്, നയന സംസ്കാരം. അത് നമുക്കുണ്ടാവണം. അതിന് അച്ഛനും അമ്മയും ഇപ്പം 2 കുട്ടികളെ ഇവിടെ നടക്കുന്നുണ്ട് ദർബാർ ഹാളിൽ. അത് ഇന്ന് കഴിഞ്ഞോന്നും എനിക്കറിയില്ല. ചെറിയ കുട്ടികൾ തന്നെ. കുറേ ചിത്രങ്ങളായാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ഈ സമ്മാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ കുട്ടികളൊന്നും പലപ്പോഴും സമ്മാനം മേടിക്കണവരല്ല. അപ്പം മിടുക്കികളും മിടുക്കന്മാരും ആവട്ടെ. പിന്നെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണുമോ? എന്താ പറയാത്തത്? കാണാമെന്ന് ധൈര്യമായിട്ട് പറയണം. കാണുമോ? എവിടെ? ഇവരെ ആദ്യം വായവർക്ക് ഒന്ന് കൂകിയേ, അത് എങ്കിലും ചെയ്യേ. പറ്റില്ല. ഇത് ഭയങ്കര കഷ്ടം കേട്ടോ. ജീവിതത്തിൽ കൂകാൻ സാധിക്കണം. ഒന്ന് കൂകിയേ.
അതൊന്നും പോരാ, കിളിയുടെ കൂകലൊന്നും വേണ്ട, സാധാരണ കൂകി നാറ്റിക്കുക എന്ന് പറയില്ലേ, അതുപോരാ. ആര് കൂകണോ അവര് തെളിയും. നന്ദി, നമസ്കാരം. വളരെ നന്ദി മാസ്റ്റർ. അടുത്തത് സർട്ടിഫിക്കറ്റ് വിതരണമാണ്. കുട്ടികൾ സ്റ്റേജിനടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. ആൽഫിൻ എം ജെ, ആരോൺ ലിൻസൺ, അബ്രാം കെ ആർ, എല്ലാവരും അടുത്തേക്ക് വരിക. സർട്ടിഫിക്കറ്റ് വിതരണത്തിനായി ദേവൻ സാറിനെ ക്ഷണിക്കുന്നു. ഇല്ല. ഓക്കെ. ആരോൺ ലിൻസൺ, അബിൻ കെ ആർ, അഭിറാം കെ ആർ, അഭിരാമി അനീഷ്, ആദർശ് പി സി, ആരുമില്ലേ? ഏബൽ ബിജു ആണോ? ആദർശ്, ആദിത്യൻ, ആരുമില്ല? കുട്ടികളില്ലാത്തതിൻ്റെയോ? ഏബൽ ബിജുവിൻ്റെ കൊടുക്കുക. ഏൻ മരിയ, അലീന ലാൽ, എയിൻ മറിയ. കൊടുക്കുന്നത് ആരാ? കുട്ടികൾ വിളിക്കുന്നതനുസരിച്ച് എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരിക. അലീന ലാൽ, ആഗ്നേ അജിത്. സർട്ടിഫിക്കറ്റ് വാങ്ങിയവര് സൈൻ ചെയ്തിട്ട് പോകണം. റൈറ്റ് സൈഡില് സ്റ്റേജിന്റെ റൈറ്റ് സൈഡില്. ആഗ്നേ അജിത്, ആദിത്യൻ പി എ, ആദിത്യൻ, ആഗ്നേ. എവിടെ എന്താ പേര്? എന്നാ പേര്? പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരിക എല്ലാവരും. ആ ഇത് ആദിത്യനാണ്. ആദിത്യൻ, വാ തുറന്ന് പറ. ആദർശ് പി സി, അത് കറക്റ്റ് ചെയ്യിക്കാം. ആദർശുണ്ടോ? അഭിരാമി അനീഷ്, അഭിരാമി ഉണ്ടോ? അഭിരാമി ആ കൊടുക്ക്. അഭിരാം കെ ആർ, ആരാ അഭിരാം? അഭിരാമുണ്ടോ? അഭിരാം എവിടെ? ആരോൺ ലിൻസൺ, ആൽവിൻ അമിത ഘോഷ്. ആൽവിൻ ഓടി വന്നില്ലെങ്കിൽ ഇല്ല. ഇതപടി. അമല റെജീന, അമല. പ്രോത്സാഹനം കുറവാണ്, എല്ലാവരും ഒന്ന് കൈയടിക്കേ. അമാൻജിത്ത് എം എസ്, അമീന നൗറീൻ, അമീന. ഇതപടി. ആഡ്രീന ലാൽ. പിടി. ഏഞ്ചൽ ബിജു, ആഡ്രീന, ഏഞ്ചൽ. ആഞ്ചൽ അനീഷ്. കയ്യടി പോരാ. അന്ന ലിയ ഫിലോമിന, അന്ന ലിയ ഫിലോമിന.
ഫിയോണ ബാർബാറ ഇല്ല. ധനിഷ് നായർ, എസ്രിൻ ഫാത്തിമ, ഹന്ന മറിയ ലൂയിസ്, എസ്രിൻ, അന്ന മറിയ ലൂയിസ്, ഹർഷ വി ഹരികുമാർ, ഹർഷയുണ്ടോ? ജയ്ഡൻ ജിഫിൻ, ജയ്ഡൻ ഡോക്ടറെ. മരിയ ഹെലൻ, നവിഗ്ന തിങ്കൾ, നീരവ് വി മേനോൻ, നീരവ്, നിഹാര മിഥുൻ, നിഹാര, നിവേദ് വി മേനോൻ, നിവിന എൻഎം, രഞ്ജന രതീഷ്, റിയോണ റോസ്, റിയോണ, ഒന്ന് പുറത്തു വാ. രുദ്രദേവ് PR, രുദ്രദേവ്, ഓട് ഓട്, അടിപൊളി. കൈയടിക്ക്. പ്രോത്സാഹനം കുറവാണ് കേട്ടോ. രുദ്രാക്ഷ് പഠിപ്പിച്ചെന്നത്. അങ്ങോട്ടോ സാറേ, അങ്ങോട്ടോ. രുദ്രാക്ഷ് വരുൺ, എന്താ സാർ? സെയ്ഹ PA, സെയ്ഹയുണ്ടോ? സമീഹ, സാരംഗി PS, സാവിയോ ജേക്കബ്, സാവിയോ, സിദ്ദിഖ സഖീൽ, സിദ്ദിഖ, ശ്രേയ സന്തോഷ്, ശ്രേയ ഇല്ല, സ്റ്റാലിൻ ബേബി, ശ്രേയ is there, സ്റ്റാലിൻ ബേബി, നിയ സന്തോഷ്, നിയ, അഞ്ജലി കെ ഷനിൽ, അഞ്ജലി, മറിയ അമേലിയ ആൽവിൻ, ദിൽ റഹിന ഇല്ല, ഇസ ഫാത്തിമ, കാർത്തിക NV, കാർത്തിക പിടി, ഇസ ഫാത്തിമ, അല്ലല്ല ഇസ ഫാത്തിമ, അത് പഠിച്ചു. മാത്യു ജയൻ, കാർത്തിക ഈസ് ഹിയർ, മാത്യു ജയൻ, മുഹമ്മദ് അസ്നൻ, മുഹമ്മദ് അദ്നാൻ, ചേട്ടനും അനിയനാണല്ലോ. ആദിത്യൻ TA, നേരത്തെ വന്നില്ലേ, ആദിത്യൻ TA, ആദിത്യൻ്റെ അത് മാറ്റി മേടിക്കൂ. ആദിത്യൻ TA ആ സർട്ടിഫിക്കറ്റ് നീ മേടിച്ചോണ്ട് വരൂ. ശിവനന്ദ PS, മറ്റേ സർട്ടിഫിക്കറ്റ് തിരിച്ചു മേടിച്ചോ. അന്ന നസ ജഫിൻ, അന്ന ഇനി വിളിക്കാതെ, ഇനി വരാത്ത മാത്രമേ. ആർക്കെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരുണ്ടോ? ആദിത്യൻ PA ഉണ്ടോ? ധ്വനി, വേറെ ആരൊക്കെ ഉണ്ട് ഇല്ലാത്തത്? നോട്ട്
ധ്വനി എസ് നായർ. ഇല്ല, വിളിച്ചിട്ടില്ല. Meet Emma Eden. എടുത്തോളൂ. Built with a 100% natural ഇത് latex പുള്ളിയെ core, ഏൽപ്പിച്ചാൽ മതി. പുള്ളി ഒന്ന് it നോക്കട്ടെ. blends nature's resilience with German precision, delivering. ആർക്കെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരുണ്ടോ? ഫാത്തിമ ഉണ്ടല്ലോ. ഇസ്രിൻ ഫാത്തിമ ഉണ്ട്. ദാ ഇസ്രിൻ ഫാത്തിമ കൊടുത്തരെ. നന്ദി പറയുന്നതിനായി ലാൽപ്രിയൻ ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ മഹത്തരമായൊരു കർമ്മമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നന്ദി പറയുക എന്നുള്ളത് അധികം നീട്ടുന്നില്ല. വേദിയിൽ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങ് ഇവിടെ നടത്തുവാൻ അവസരമുണ്ടാക്കി തന്ന സദനം ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന പാരൻസ്, കുട്ടികൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമുക്ക് നല്ലൊരു സൗണ്ട് സിസ്റ്റം ഇവിടെ ഒരുക്കി തന്ന ആ സൗണ്ട് ചേട്ടനും നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക്സ്.